ഓക്കെ, ഈ അന്ത്യകാല സംഭവങ്ങളിലേക്ക് ചെയ്യാൻ പോലെ ഈ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് വേറെ ആരും എടുക്കാതെ ആംഗിളാണ് ഞാൻ പോകും. 100 ആംഗിളിൽ 100 പേര് എടുക്കുന്നുണ്ട്. വെരി ഗുഡ്, എല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. പക്ഷെ സാധാരണ തൊഴാത്ത വേറിയായിട്ട് ഞാൻ എടുക്കുന്നത് അന്ത്യകാല സംഭവങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അന്ത്യകാല സംഭവങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ തൊടാൻ പോകാം. വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാൻ അപ്പോസ്തലൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ. അതിനകത്ത് ആരെഴുതി? യോഹന്നാൻ എന്നെഴുതി. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ എന്തുവാ എഴുതിയത്? യേശു തന്നെ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ കണ്ടേച്ച് എഴുതുക. യോഹന്നാൻ ജീവനോടിരുന്ന കാലം നമ്മൾ ഇന്ന് കാണുന്ന പലതും അദ്ദേഹം കണ്ടിട്ടില്ല. കാര്യം അന്ന് ഇതൊന്നും ഇല്ല, പ്രൊജക്ടർ അന്ന് ഇല്ല, ഇത് കാണാനൊക്കെ. അദ്ദേഹത്തെ പ്രൊജക്ടർ കാണിച്ചു കൊടുത്താൽ അദ്ദേഹം അത് എങ്ങനെ വിശദീകരിക്കും? പെട്ടി പോലുള്ള ഒരു സാധനം, ഞാൻ ചുമ്മാ ഒന്ന് പറയും, പെട്ടി പോലുള്ള ഒരു സാധനം, മേശ പോലെ ഒന്നേ വെച്ചിരിക്കുന്നതാണ്. അതിൽ ലൈറ്റ് പോകുന്നുണ്ട്, ലൈറ്റിന്റെ അറ്റത്ത് എഴുത്തുണ്ട്. ഇത്ര പറയാനുള്ളത്. അതിന് വാല് പോകുന്നൊരു വയറ് പോകുന്നതൊക്കെ പിന്നെ പറയാം. അദ്ദേഹം കണ്ടിട്ടില്ലാത്ത ഒരു സാധനം, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു സാധനം ദൈവം തന്റെ മുമ്പിലോട്ട് പ്രദർശിപ്പിച്ചതിനെ അദ്ദേഹത്തിനുള്ള വെക്കാബുലറിയിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നതാണ് വെളിപ്പാട് പുസ്തകം. 2-3 അധ്യായം 7 സഭാ കാലയളവിലേക്കുള്ള ലേഖനങ്ങളാണ് എഴുതുന്നില്ല. 4-ാമത്തെ അധ്യായം യോഹന്നാൻ സ്വർഗത്തിൽ എടുക്കപ്പെട്ടു, ആത്മവിശ്വസിൽ ചെന്നു, ദൈവത്തിന്റെ തിരുസഭയെ അവിടെ കണ്ടു, അതിന്റെ വിശദീകരണം. 5-ാമത്തെ അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്വർഗത്തിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരുന്ന പുസ്തകങ്ങൾ. ഈ പുസ്തകത്തിന്റെ ആകത്ത് എഴുതിയിരിക്കുന്നത് സകല യഹൂദ പ്രാർത്ഥനകളുടെയും മറുപടി, പീഡിപ്പിക്കപ്പെടുന്ന ദൈവജനത്തിന്റെ വിമോചനം, ദൈവം പാപികൾക്ക് കൊടുക്കുന്ന ശിക്ഷ, നീതിമാന്മാർക്ക് കൊടുക്കുന്ന വീണ്ടെടുപ്പ്, സകലവും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തുറക്കാനോ വായിക്കാനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ ഒക്കത്തില്ല. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയും. ചിലർ പറയാറുണ്ട് യേശു മരിച്ചതിനെ തുടർന്ന് ഒന്നും ഇല്ലാതെ. യേശു മരിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ കണ്ടു. സ്വർഗത്തിൽ മുദ്രയിട്ട് വെച്ചിരിക്കാൻ തുറക്കാൻ പറ്റുന്നില്ല. സ്വർഗത്തിൽ പോരാട്ടത്തിന്റെ ആളെന്നാണെന്ന് കേട്ടോ. യോഹന്നാൻ നിന്ന് കരഞ്ഞു, അദ്ദേഹത്തെ തുറക്കാൻ പറ്റില്ല. അന്നേരം മൂപ്പന്മാർ ഒരുവൻ വന്ന് പറഞ്ഞു, യഹൂദ ഗോത്രത്തിൽ കുരുളറക്കപ്പെട്ട കുഞ്ഞാടുണ്ടല്ലോ, ലോകസ്ഥാപനത്തിന് മുന്നമേ കുരുളറക്കപ്പെട്ടവനായി മാറ്റി നിർത്തപ്പെട്ട ദൈവകുഞ്ഞാട്, തനിക്ക് പുസ്തകം തുറക്കാം. 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് രംഗപ്രവേശനം ചെയ്തു. 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു. ഒരു കുതിര പ്രത്യക്ഷപ്പെട്ടു. വെള്ള, ചുവപ്പ്, കറുപ്പ്, പച്ച, പല കളറിലുള്ള കുതിരകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നുണ്ട്. ഒന്ന് ബ്രിട്ടനെ കുറിക്കുന്ന, എനിക്കൊന്ന് കറുപ്പാണെന്ന് തോന്നുന്നു ബ്രിട്ടനെ കുറിക്കുന്നത്, ഇവിടുത്തെ ക്യാപിറ്റലിസത്തെ കുറിക്കുന്ന അതിന്റെ ചിഹ്നം കറുപ്പ. ബ്രിട്ടൻ ഒരു ടൈം ഉണ്ടായിരുന്നു, അത് പോയി. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് അറിയപ്പെടുന്ന ബ്രിട്ടൻ ഞങ്ങളുടെ ഭാഷയിൽ ഇട്ടാവട്ടം പോലെ ആയതിന്റെ പുറകിൽ ഏതാണ്ടൊക്കെ ദൈവകരങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ബ്രിട്ടൻ ഒരു കാലം കൊടുത്തിരുന്നു. ഇന്ന് പച്ചക്കുതിരയുടെ കാലം, അത് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പല കുതിരകൾ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവർക്കും മനസ്സിലുണ്ട്, പല കുതിരകൾ പ്രത്യക്ഷപ്പെട്ടു. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചു. 6 സംഭവങ്ങൾ നടന്നു. 7-ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിച്ചു. കുഞ്ഞാട് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പറഞ്ഞത് അവസാനമായി 6 മുദ്ര കഴിഞ്ഞു. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചു. 7-ാമത്തെ മുദ്ര പൊട്ടിച്ച ഉടനെ കാഹളങ്ങൾ കയ്യിലുള്ള 7 ദൂതന്മാർ ഊതാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. ദൂതന്മാർ 1 മുതൽ 7 വരെ നിലനിൽക്കുക. 1-ാമത്തെ ദൂതൻ ഊതി. ഇത് വളരെ അവസാനമായി 8-ാം അധ്യായത്തിലായപ്പോൾ 1-ാമത്തെ ദൂതൻ ഊതി. ഏത് ദൂതന? കാഹളങ്ങൾ കയ്യിലുള്ള 7 ദൂതന്മാരിൽ 1-ാമൻ. എപ്പോഴായിരുന്നു വന്നത്? മുദ്രയിടപ്പെട്ട പുസ്തകത്തിന്റെ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോഴാണ് ഇവർ വന്നത്. അതിനകത്തെ 1-ാമത്തെ ദൂതൻ ഊതി. 1-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ തീ വീണു. 2-ാമത്തെ ദൂതൻ ഊതി, തീ പോലെ ഒരു മല വീണു. 3-ാമത്തെ ദൂതൻ ഊതി, ടോർച്ച് പോലെ ഒരു ദൂതൻ ഭൂമിയിലേക്ക് വീണു. അതിന് കാഞ്ഞരം എന്ന് പേർ. ഞാൻ ഇത്രയും ഒന്ന് തൊട്ടോട്ടെ. 1-ാം ദൂതൻ ഊതിയത് എപ്പോഴാണെന്ന് ഊഹിക്കാൻ കഴിയും. 2-ാം ദൂതൻ ഊതിയത് എപ്പോഴാണെന്ന് ഊഹിക്കാൻ കഴിയും. പക്ഷെ 3-ാം ദൂതൻ ഊതിയ ഡേറ്റ് ചരിത്രത്തിൽ കിടപ്പുണ്ട്, കണ്ടംപററി ഇൻസിഡൻസിൽ കിടപ്പുണ്ട്. എടുത്തു കാണിക്കാൻ പോകും. 3-ാം ദൂതൻ ഊതിയത് കണ്ടംപററി എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ആദ്യം തൊട്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ ആശയങ്ങൾ, ചരിത്രങ്ങൾ, കണ്ടംപററി ഇൻസിഡൻസ് നമ്മൾ എടുക്കുമെന്ന്. കണ്ടംപററിയിലോട്ട് പോവുക, ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നത് കൊടുക്കുക. കരുതുന്നു അത് 1-ാം ലോക മഹായുദ്ധമായിരുന്നെന്ന്. തൽക്കാലം കരുതുന്നതേ ഉള്ളൂ. തെളിവ് പറഞ്ഞു കഴിയുമ്പോൾ അംഗീകരിച്ചാൽ മതി. 3-ാമത്തേതിൽ ഒന്നെങ്കിലേ തെളിവ് കിട്ടത്തുള്ളൂ. അവിടെ വരെ ഇങ്ങനെ പോവാം. 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു ദൂതൻ ഊതി. 1-ാമത്തെ ദൂതൻ ഊതിയതോടുകൂടെ തീയും രക്തവും കലർന്ന് ഭൂമിയിലേക്ക് വീഴുകയും
and the third part of the trees were burned out. വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് പോലും കഴിച്ചുകൊണ്ട് ഒന്നാമത്തെ ദൂതന്റെ ഊതിൽ തീ വീഴും. ഇത് ഒന്നാം ലോക മഹായുദ്ധമായിരിക്കുന്നത് കാര്യം. TNT ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് അതിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത സ്ഫോടക ശക്തിയുടെ പാതകമായിരുന്നു TNT ഗ്യാസ്. TNT ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജർമ്മനിയെ തോൽപ്പിച്ചു. ബോംബ് വീണ ഇടങ്ങളിൽ വൃക്ഷങ്ങൾ പോലും മൂന്നിലൊന്ന് കത്തിപ്പോയി. കഴിഞ്ഞു. ഒന്നാമത്തെ ദൂതൻ ഊതിയാൻ അവിടെ നിർത്തുക. ഐ തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ. കഴിഞ്ഞു. 11 കോടി ആളുകളെ കൊന്നതാടുന്ന സംഭവം. തുടർന്ന് രണ്ടാമത്തെ ദൂതൻ ഊതിയപ്പോൾ 8-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ ദൂതൻ ഊതിയതോടുകൂടെ and the second angel sounded, it was a great mountain burning with fire was cast into the sea. സമുദ്രത്തിലേക്ക് തീ കത്തുന്ന ഒരു പർവ്വതം എടുത്ത് നിങ്ങൾ ഈ കാണുന്നത് ഒരു ആറ്റം ബോംബ്. യോഹന്നാൻ ആറ്റം ബോംബ് കണ്ടിട്ടില്ല. ഇത് കാണാത്ത യോഹന്നാൻ ഇതിന്റെ അനന്തരഫലം കണ്ടുകൊണ്ട് പറഞ്ഞു, ഇത് മുമ്പേ വന്നത് രക്തവും തീയും കൂടെ ആയിരുന്നെങ്കിൽ ഈ കാണുന്നത് തീ കത്തുന്ന ഒരു പർവ്വതമാണ്. എടുത്തെറിഞ്ഞത് സമുദ്രത്തിലോട്ട്. സമുദ്രം എന്ന് വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നത് അധികവും ജനക്കൂട്ടത്തെ. അതുകൊണ്ട് പർവ്വതങ്ങൾ വിളിക്ക് സമുദ്രമധ്യ വീണാണ്. ജനക്കൂട്ടത്തെ കാണിക്കുന്നതാണ് പർവ്വതം എന്ന പ്രയോഗം. സാധാരണ യുദ്ധങ്ങൾക്ക് മിലിറ്ററിക്കാർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബടിക്കുമ്പോൾ വെടിവെക്കുമ്പോൾ സിവിലിയൻസ് പാർക്കുന്ന കോളനിയിൽ കൊണ്ട് ആറ്റം ബോംബിട്ട് ചരിത്രമാ രണ്ടാം ലോക മഹായുദ്ധം. ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി വീണ രണ്ടെണ്ണം ജനസമൂഹത്തിന് നടുക്കോട്ടായി എടുത്തിട്ടത് സമുദ്രത്തിലോട്ട് വീണ ഒരു രണ്ടെണ്ണം. തീ കത്തുന്ന ഒരു പർവ്വതം ഇളകി വന്ന് സിവിലിയൻ ക്യാമ്പിന്റെ അകത്തോട്ട് വീഴുന്നു. ആയിരിക്കും ഞാൻ കരുതുന്നു. മൂന്നാമത്തെ കേൾക്കുമ്പോൾ മനസ്സിലാവും. മൂന്നാമത്തെ ദൂതൻ ഊതുന്നത് 8-ാം അധ്യായം 10-11 വാക്യങ്ങളിലുണ്ട്. അന്നേരത്ത് third angel sounded and there fell a great star from heaven. ആകാശത്തു നിന്ന് ഒരു നക്ഷത്രം ഭൂമിയിലോട്ട് വീണു. burning it were a lamp and it is fueled upon the third part of the rivers and upon the fountain of waters, and the name of the star is called wormwood. And the third part of the waters became wormwood, and many men died. The waters became, they died of the waters became because they were made bitter. മൂന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ, ഈ തർജ്ജമ നല്ലതാണെങ്കിൽ തന്നെ ഇതിനേക്കാൾ നല്ലൊരു തർജ്ജമയിൽ ടോർച്ച് പോലെ ഒരു ദീപം നക്ഷത്രം ഭൂമിയിലേക്ക് വീണത്. ഒരു നക്ഷത്രം ഭൂമിയിൽ വീണെന്ന് പറഞ്ഞാൽ അത് വേദപുസ്തക ഭാഷയിൽ മനസ്സിലാക്കിയേ പറ്റൂ. ഒരു നക്ഷത്രത്തിന് ഭൂമിയേക്കാൾ ഒത്തിരി വൈകും കൂടെ. നക്ഷത്രത്തിൽ പാർത്തു വരുന്ന ദൂതനെ കുറിച്ചാണ് ഈ പ്രസ്താവന. നക്ഷത്രത്തിൽ പാർത്തു വരുന്ന വീണുപോയൊരു ദൂതനെ സാത്താൻ അയച്ചതാണ്. അവൻ ഭൂമിയിലോട്ട് വീണു. ഈ വാസ് ലൈക്ക് എ ടോർച്ച്. വളരെ ഫോക്കസ്ഡാണ്. അവിടെ ഒരു ടോർച്ചാണ്. അത് വന്ന് വീണത് വെള്ളത്തിന്റെ മേലെ. ആ വീണ ദൂതന്റെ പേര് വാംവുഡ്, കാഞ്ഞിരം. ആ പേര് എന്നാണ് ഇനി ബാക്കി കിട്ടാൻ പോകുന്നത്. കാഞ്ഞിരം എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക, വാംവുഡ് എന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന പദം. Name wormwood in English is translated as Chernobyl in Ukraine Bible. യുക്രൈൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ യുക്രൈൻ ഭാഷയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ബൈബിളിൽ കാഞ്ഞിരം എന്ന് നാം വിളിക്കുന്ന പേരിനെ ചെർണോബിൽ എന്ന പേരിലാണ് എഴുതിയിരിക്കുന്നത്. ആ പേര് കറക്റ്റാണ്. യുക്രൈനിൽ ചെർണോബിൽ സംഭവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. 1986 ഏപ്രിൽ മാസം 26-ാം തീയതി 1986 ഏപ്രിൽ മാസം 26-ാം തീയതി ചെർണോബിൽ ഡിസാസ്റ്റർ എന്നൊരു ഡിസാസ്റ്റർ ഉണ്ടായി. എന്തായിരുന്നു? റഷ്യയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഡിപ്പോ ചെർണോബിലായിരുന്നു. മിക്കവാറും അറിയും. അതങ്ങ് ലീക്ക് ചെയ്താൽ പോകുന്ന എനർജി ഹൈലി ഫോക്കസ് ഒരു ബീമായിട്ടേ പോകത്തുള്ളൂ. പെൻസിൽ ബീം, ഒരു ടോർച്ച് എന്ന് വിളിച്ചിരിക്കാൻ കാര്യം അതാ. ചെർണോബിൽ എന്ന പേര് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി അത് വീണത് വെള്ളത്തിന്റെ മേലാണ്. ചെർണോബിൽ എന്ന പർവ്വതം 365 ദിവസവും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടത്. അതുകൊണ്ട് റിലീസ് ചെയ്ത ഈ എനർജി മഞ്ഞിലേക്കാണ് റിലീസ് ചെയ്തത്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന 3 നദികളിലേക്ക് ഈ വെള്ളം പെട്ടെന്നൊഴുകി. ആ നദികൾ 3ഉം പോയിസണസ് ആകുകയും അതിലെ മത്സ്യങ്ങൾ ചത്തുപോവുകയും ചെയ്തു. ചെർണോബിൽ ഡിസാസ്റ്റർ നടക്കുന്ന സമയം അവിടെ നിന്ന് പോകുന്ന റേഡിയേഷൻ രശ്മികൾ പോകുന്ന ഡിറക്ഷനിൽ നിന്ന മനുഷ്യൻ
ചത്ത് താഴെ വീണു. വീട് ചാകല്ലായിരുന്നു, ചത്ത് താഴെ വീണു. ഡ്രോപ്പ് ഡെഡ്. അവരുടെ മൂക്ക്, നാക്ക്, കണ്ണ് മുതലായത് കരിക്കട്ട പോലെ കാത്തിരുന്നു. എങ്കിൽ ഈ പറയുന്ന സംഭവമാണ് ഏപ്രിൽ 26 നടന്ന സംഭവമാണ്. മൂന്നാമത്തെ ദൂതൻ ഊത്ത്. അവിടെ ഡേറ്റ് കിട്ടുന്നത്. അതിന് മുമ്പേ നടന്ന മേജർ ഡിസാസ്റ്റേഴ്സ് രണ്ടെണ്ണമായതുകൊണ്ട് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും എന്ന് കരുതി നമ്മൾ അനലൈസ് ചെയ്താൽ ശരിയാണ് മനസ്സിലാവും. കണ്ടംപററി ഇൻസിഡൻസിലോട്ട് കയറുകയാണ്. എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു? ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ, ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കാഹളങ്ങളുള്ള 3 ദൂതന്മാർ നിന്നതിൽ മൂന്നാമത്തെ ആൾ ഊതിയതാണിത്. അടുത്തത് ഇന്നും നിലവിലുള്ള ക്യാൻസർ മുതലായ മാരക രോഗങ്ങളുടെ മൂലകാരണം ഈ സംഭവമാണെന്ന് ശാസ്ത്രം പറയുന്നു. ലോകത്തിൽ ഇനി അത് തുടച്ചു മാറ്റാൻ ഒക്കത്തില്ല. ലോകത്തിന്റെ അവസാനം വരെ ഇതുകൊണ്ടായിരിക്കും. ആ സംഭവത്തിന് വഴിതെളിച്ചത് ചെർണോബിൽ സംഭവമാണ്. മൂന്നാമത്തെ ദൂതൻ ഊതിയ കാഞ്ഞിരം ഭൂമിയിൽ വീണതാണ്. ചെർണോബിൽ സംഭവം ഇവിടെയാണ്. ആ മഞ്ഞിന് പിടികു വരുന്നതും അതിനടിയിലിരുന്ന റഷ്യയുടെ ന്യൂക്ലിയർ ഡിപ്പോ ഇവിടെ ചേർന്ന് മുകളിൽ നിന്നെടുത്ത ഒരു പിക്ചറാണ് UN പരസ്യപ്പെടുത്തിയത്. ചെർണോബിൽ നിന്ന് നമ്മൾ ആരംഭിച്ചത് ഞാനില്ല, വേറെ ആരും. ചെർണോബിൽ സംഭവം 1986 ഏപ്രിൽ മാസം 26-ാം തീയതി. അടുത്തത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 12 മുതൽ 9-ാം അധ്യായം 12 വരെ കൊണ്ട് 4-5 ദൂതന്മാർ കൂടി. ഓരോന്നിനെ എടുത്ത് വിശദീകരിക്കാനാണെങ്കിൽ ഈ ആഴ്ചയിലും തീരെ രണ്ടാഴ്ചയിലും തീരും. അതുകൊണ്ട് കണക്ട് ചെയ്ത് ഒന്നിച്ച് പറയാൻ ഒക്കത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം 8-12 മുതൽ 9-12 വരെ കൊണ്ട് 4-5 ദൂതന്മാർ ഊതി. ഈ 4-5 ദൂതന്മാർ ഊതുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് വായിച്ചു തീർക്കാൻ ഒരുപാടുണ്ട്. ദയവായിട്ട് ഇന്ന് തന്നെ അവരവരുടെ സമയങ്ങളിൽ വായിച്ചോ. സംഭവിച്ച കാര്യങ്ങൾ: 1. bottomless pit opened and smoke came out like from a great furnace. അഗാധകൂപം തുറന്നു. അഗാധകൂപത്തിൽ നിന്ന് പെരിഞ്ചൂളയിലെ പുക പോലെ പുക പൊങ്ങി. 2. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മനുഷ്യന് കാണാൻ വയ്യാതെ പുക കൊണ്ട് മറഞ്ഞുപോയി. 3. 9 ലക്ഷണങ്ങളോടുകൂടിയ ഒരു ലോക്കസ്റ്റ്, ഒരു വെട്ടിക്കിളി വെളിയിൽ വന്നു. 4. ഒരു സിംഹം പുറത്തു വന്നു. അതിന് ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. സിംഹം പുറത്തു വന്നു. 5. Angel of bottomless pit became a king. അഗാധകൂപത്തിൽ ഒരു ദൂതൻ ഉണ്ടായിരുന്നു. ആ ദൂതൻ അഗാധകൂപത്തിന്റെ രാജാവായി. അഗാധകൂപം നമ്മൾ കേൾക്കൊള്ളൂ, അതൊക്കെ എടുത്ത് കാണിച്ചു മനസ്സിലാവും. അതിനൊരു ദൂതൻ ഉണ്ടായിരുന്നു, അവൻ അതിന് രാജാവായി. 6. അഗാധകൂപത്തിന്റെ രാജാവിന്റെ അല്ലെങ്കിൽ ദൂതന്റെ രാജാവിന്റെ 2 പേരുകൾ എബ്രായ ഭാഷയിൽ അപ്പല്യോൻ എന്നും യവന ഭാഷയിൽ അബ്ബദോൻ എന്നുമായിരുന്നു അവന്റെ പേര് എന്ന് പറഞ്ഞു. 7. മനുഷ്യനെ 5 മാസം ദണ്ഡിപ്പിക്കുവാൻ ഈ രാജാവിനും ഈ ദൂതന്മാർക്ക് ഈ ലോക്കസ്റ്റിനും സിംഹത്തിനും ചേർന്ന് അധികാരം ലഭിച്ചു. 5 മാസം മനുഷ്യനെ ദണ്ഡിപ്പിക്കുവാൻ. ഒന്നുകൂടെ ബോട്ടംലെസ് പിറ്റ് തുറന്നു. അതിൽ നിന്ന് ബെരിഞ്ചൂളയിലെ പുക പോലെ പുക പൊങ്ങി. 2. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു. 4. ലോക്കസ്റ്റ് വെളിയിൽ വന്നു. 5. സിംഹം പ്രത്യക്ഷമായി. 5 ബോട്ടംലെസ് പിറ്റിന്റെ ദൂതൻ അതിന്റെ രാജാവായി. 6. കിങ്സ് നെയിം വാസ് ഗിവൻ. അപ്പല്യോൻ അബ്ബദോൻ 2 പേരുകൾ തന്നു. 7. 5 മാസം മനുഷ്യനെ ദണ്ഡിപ്പിക്കുവാൻ അധികാരം ലഭിച്ചു. ഇത്രയും മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കട്ടെ. ബോട്ടംലെസ് പിറ്റ് എന്ന നിലയുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ ഇന്ത്യക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ആഴമുള്ള കിണർ കണ്ടിട്ടില്ല. പിറ്റ് എന്ന് പറഞ്ഞാൽ കിണർ എന്നർത്ഥം, കൂപം എന്ന് പറഞ്ഞാൽ കിണർ എന്നർത്ഥം, അഗാധ കൂപം. യോഹന്നാൻ കണ്ടു കാണാൻ സാധ്യതയുള്ള ഏറ്റവും ആഴം കൂടിയ കിണറാണ് ഡിക്കാഞ്ചേരി വാട്ടർ വെൽ, വെള്ളം കോരുന്ന കിണറുകൾ. മിഡിൽ ഈസ്റ്റിലെ അക്കാലത്തെ വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ സർഫസ് വാട്ടർ എവിടെ വരെ കിട്ടും, അതിനെ വാട്ടർ ടേബിൾ എന്ന് വിളിക്കുന്നു. വെള്ളം 2 ഉണ്ട് ഭൂമിയിൽ. ഒന്ന് സർഫസ് വാട്ടർ, മറ്റേ ഡീപ്പ് വാട്ടർ. ഡീപ്പ് വാട്ടർ ബോർവെല്ലിൽ കൊണ്ടെടുക്കും. അന്ന് ബോർവെല്ലില്ല. സോ ഇത് സർഫസ് വാട്ടർ. സർഫസ് വാട്ടർ 80 അടി വരെ ഉള്ളൂ അന്ന് മിഡിൽ ഈസ്റ്റിൽ. യോഹന്നാൻ മിഡിൽ ഈസ്റ്റില് അന്ന് 80 അടിയേ ഉള്ളൂ. ഞാൻ ഇച്ചിരി അലവൻസ് കൊടുത്ത് 100 അടി ആക്കിയതാണ്, മനസ്സിലാക്കാൻ കഴിയുന്നത്. 100 അടി ആഴമുള്ള ഒരു കിണറാണ് ഈ സ്കെയിൽ വരച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ഓയിൽ വെല്ല, എണ്ണക്കിണർ. ഈ പുള്ളിക്ക് 8 കിലോമീറ്റർ ഉണ്ട്. 100 അടി താഴെ വലിപ്പമുള്ള കുട്ടിക്കിണർ കണ്ടിരുന്ന യോഹന്നാൻ ഓയിൽ വെല്ലയിലോട്ട് നോക്കി വെച്ച് പറയുന്ന പറച്ചിലാണ് അഗാധകൂപമാണ് ബോട്ടംലെസ് പിറ്റ്. അങ്ങനെ ഇത് കണ്ടിട്ടില്ല, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാ ബോട്ടംലെസ് പിറ്റ്. അത് ഒരു പിറ്റിൽ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്ന പുകയാണ് ഈ കാണുന്നത്. ഒറ്റ പിറ്റിനകത്തും ചരിത്രത്തിലൊരു കാണാൻ പോവാം.
വിവിധ ഓയിൽ വെൽസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓയിൽ വെൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണാൻ എനിക്കൊരു അവസരം തന്നു. നിങ്ങൾ ഈ ചിലരെ കണ്ടു കാണും. ഓയിൽ വെല്ലിന്റെ എല്ലാം തന്റെ ഭൂതലം ഇതാണെങ്കിൽ അതിന്റെ താഴോട്ട് കിണറുകൾ കാണുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഒരു അടപ്പുണ്ട്. എല്ലാ ഓയിൽ വെല്ലിനും ഒരു അടപ്പുണ്ട്. അതിന്റെ അടപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടപ്പിന്റെ ഉപയോഗം നമ്പർ 1, ഇതിനകത്ത് മണ്ണും അഴുക്കും വീണ് പുറത്തേക്ക് കിണർ അടഞ്ഞു പോകരുത്. 2, ഇതിനകത്തുനിന്ന് ഗ്യാസ് വെളിയിൽ വന്ന് തീ പിടിക്കരുത്. 3, ഓയിൽ പമ്പ് ചെയ്തെടുക്കേണ്ട സമയം ഈ നോസുകളിലൂടെ പമ്പ് കണക്ട് ചെയ്താൽ ഓയിൽ വലിച്ചെടുക്കാം. അതുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള 4 നോസുകളിൽ ഓരോന്നത്തിലും 4 നോസുകളുണ്ട്. 4 വലിപ്പത്തിലുള്ള 4 മിഷൻസ് ആണ് ഇന്റർനാഷണൽ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അടപ്പുകളിൽ അടച്ച എണ്ണക്കിണറുകളാണ് ഈ കാണുന്നത്. ഇന്ന് എണ്ണക്കിണറുകൾ 12.5 കിലോമീറ്റർ വരെയായി. 12.5 കിലോമീറ്റർ വരെയായി ഇന്ന് എണ്ണക്കിണർ. സൗദിയിലാണ് ആ വലിയ എണ്ണക്കിണറുകളോളം. വേറെ മാത്രമില്ല. അടുത്തത് ഇത്രയും എണ്ണക്കിണറിനെയാണ് ബോട്ടംലെസ് പെറ്റ് എന്ന് വിളിക്കുന്നത് എന്ന് മാത്രം ആദ്യം അറിയുക. കണ്ടത് അതിനൊരു രാജാവ്, അതിനൊരു ഏഞ്ചൽ ഉണ്ടായിരുന്നു. അവൻ പിന്നത്തേതിൽ രാജാവ്. ആ രാജാവിന്റെ പേര് എബ്രായ ഭാഷയിൽ അബ്ബദോൻ. ഈ വാക്കിന്റെ അർത്ഥം എബ്രായ ഡിക്ഷണറിയിൽ ദ ഡിസ്ട്രോയർ എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ അപ്പല്ലിയോൻ. ആ വാക്കിന്റെ അർത്ഥം ഗ്രീക്ക് ഡിക്ഷണറിയിൽ ദ ഡിസ്ട്രോയർ എന്നാണ്. പഴയ പേർഷ്യൻ ഭാഷയിൽ സദാം എന്ന പേരിന്റെ അർത്ഥവും ദ ഡിസ്ട്രോയർ. അങ്ങനെ ആളിതാരെടുത്ത് പിടികിട്ടിയോ? ഇത് സദാം ഹുസൈനിന്റെ കാര്യം. സദാം ഹുസൈൻ 90-ലാണ് യുദ്ധം ചെയ്യുന്നത്. 1990-ലെ കഥയിലോട്ട് കയറാൻ വരിക. ആദ്യം അവൻ ചെയ്തത്, അവൻ ഇതിന്റെ ദൂതനായി. പിന്നത്തേതിൽ അവൻ ഇതിന്റെ രാജാവ്. സദാം ഹുസൈൻ അവന്റെ പേരിനെ കുറിച്ച് ഒന്നുകൂടെ തൊട്ടോട്ടെ. പേര് തൊടാതെ പറ്റിയില്ല. അവനാണ് പുള്ളി അഗാധകൂപത്തിന്റെ രാജാവായി മാറിയത്. സദാം ഹുസൈൻ അവന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേദപുസ്തകത്തിൽ 2 ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. 3-ാം ഭാഷയിലാണ് അവന്റെ പേര് മാത്രം. അവന്റെ പേരിനെ കുറിക്കുന്ന ഒരു വിശദീകരണം ഫോട്ടോസാക്കി. നിങ്ങളിൽ പലർക്കും എനിക്കും 2-3 പേരുകൾ ചേർന്നതാണ് നമ്മുടെ പേര്. പലർക്കും ഇതുപോലെ അവന്റെ കുടുംബ പേരും അപ്പന്റെ പേരും അവന്റെ പേരും എല്ലാം കിട്ടുന്നതല്ല സദാം ഹുസൈൻ. ഇവന്റെ ജനനത്തെങ്കിലും ഇവന്റെ പേർ വെറും ഹുസൈൻ എന്നാണ്. സദാം ഇല്ലായിരുന്നു. ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നശീകരണകർത്താവുന്ന ഏതെങ്കിലും തന്റെ തെളിവ് പേരില്ല, ഒരിക്കലും ഇല്ല. അവനും അതല്ലായിരുന്നു പേര്. അവന്റെ പേർ ഹുസൈൻ എന്നായിരുന്നു. ഇവൻ രാജാവാകുമ്പോൾ ഇറാഖിലെ എണ്ണക്കിണറുകൾ 6.5 കിലോമീറ്റർ. അവനൊരു ദൂതനാണ്. അവിടുന്ന് എണ്ണ പമ്പ് ചെയ്യും. പക്ഷെ ഒരു ദിവസം അവൻ പറഞ്ഞു, ഞാൻ 8 കിലോമീറ്ററായി താക്കാൻ പോവാം. കാരണം എനിക്ക് കൂടുതൽ എണ്ണ വേണം. കുവൈറ്റ് ഉടനെ പറഞ്ഞു, പറ്റത്തില്ല, നീ അവിടെ കുഴിച്ചാൽ ഞങ്ങളുടെ എണ്ണ അങ്ങ് വരും. സൗദി പറഞ്ഞു, പറ്റത്തില്ല, ഞങ്ങളുടെ എണ്ണ അവിടെ വരും. മിഡിൽ ഈസ്റ്റുകാർ പലരും പറഞ്ഞു, പറ്റത്തില്ല. കാര്യം ഭൂപ്രകൃതി അനുസരിച്ച് 6.5 കിലോമീറ്ററിന് കൂടുതൽ ഇറാഖിലെ എണ്ണക്കിണർ പോയാൽ അടുത്ത രാജ്യത്തിന്റെ എണ്ണ ഇനി വരും. അതുകൊണ്ട് 6.5 കിലോമീറ്റർ. യു ആർ ആൻ ഏഞ്ചൽ, നീ അതിന്റെ ദൂതനാണ്, അത്രയും കൊണ്ട് നീങ്ങോണം. ഇവൻ പറഞ്ഞു, എന്നാൽ ഇനി മേലാൽ ഞാൻ ഹുസൈൻ അല്ലടാ, സദാം ഹുസൈനാണ്. ഞാൻ തോക്കത്തില്ല. ഐ ഡിസ്ട്രോയ് യു, നിന്നെ നശിപ്പിച്ചേച്ച് ഞാൻ കുഴിച്ചിരിക്കും. അവൻ 8 കിലോമീറ്റർ കുഴിച്ചു. അവനതിന് രാജാവാണ്. അന്നേരത്താണ് കുവൈറ്റ് യുദ്ധം ആരംഭിക്കുന്നത്. കുവൈറ്റ് യുദ്ധം ആരംഭിച്ചു. കുവൈറ്റ് യുദ്ധത്തിൽ എണ്ണക്കിണറിൽ നിന്ന് ഉയരുന്ന പുകയാണ് ഈ കാണുന്നത്. കുവൈറ്റ് യുദ്ധത്തിൽ ഇവർ ചെയ്തത് 700-ലധികം എണ്ണക്കിണറുകൾ തുറന്നവർ തീർത്തു. കുവൈറ്റിലെ 700-ലധികം എണ്ണക്കിണറുകൾ തുറന്ന് ഇവർ തീയിട്ടു. ആഘാതകൂപത്തിൽ നിന്ന് പെരിഞ്ചൂളയിലെ പുക പോലെ പുകവുണ്ട്. ഈ തീ കെടുത്താൽ ലോകശാസ്ത്രജ്ഞന്മാർക്ക് 8 മാസം വേണ്ടി വന്നു. ഈ യുദ്ധം 1990 ഡിസംബർ മാസത്തിൽ സീസ്ഫയർ ആയി. ഔദ്യോഗികമായി ഒരു 91 ഫെബ്രുവരിയിലാണ് ഡിക്ലെയർ ചെയ്തത്. പക്ഷേ പ്രാക്ടിക്കലി 90 ഡിസംബറിൽ സീസ്ഫയർ ആയി. ആക്ച്വലി അവരുടെ ലിബറേഷൻ ഡേ ഒക്കെ വേണ്ടിയിരുന്നത് കൊണ്ടാണ് 91 ഡിക്ലെയർ ചെയ്യുന്നത്. UN-യുടെ കണക്കനുസരിച്ച് പ്രായോഗികമായി 90 ഡിസംബറിൽ സീസ്ഫയർ ആയി. സീസ്ഫയർ ആയി കഴിഞ്ഞപ്പോൾ ഇത് കത്തിക്കൊണ്ടിരിക്കുക. തീ കെടുത്തില്ല. കുവൈറ്റ് നോക്കിയാൽ തീ കെടുത്താൻ ഒക്കത്തില്ല. അമേരിക്കയുടെ മോറൽ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു തീ കെടുക്കുന്നത്. ഒക്കത്തില്ല. UN ബഹളം തുടങ്ങി. എർത്ത് ഈസ് ബേണിംഗ്, ഗ്ലോബ് ഈസ് ബേണിംഗ്, കുവൈറ്റ് ഈസ് ബേണിംഗ്, മിഡിൽ ഈസ്റ്റ് ഈസ് ബേണിംഗ്. എത്ര ടേംസ് അവർ ഉപയോഗിച്ചെന്നറിയാമോ? ഒടുവിൽ UN ലോക രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു, ദയവേത് എല്ലാ ശാസ്ത്രജ്ഞന്മാരും കെമിക്കൽസുമായി വരിക, എങ്ങനെയും തീ കെടുത്തണം. അങ്ങനെ ലോക രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്നിട്ട് 8 മാസം കൊണ്ട് തീ കെടുത്തു. 8 മാസം.
ഇതിനോടകം പുക കൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണാതായി. യുദ്ധം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഞാൻ പോയിരുന്നു. 92 ഫെബ്രുവരിയിൽ ഞാൻ കുവൈറ്റിലെത്തുമ്പോൾ സൂര്യനെ കാണത്തില്ല, ചന്ദ്രനെ കാണത്തില്ല, ചന്ദ്രനെ നക്ഷത്രങ്ങളെ വിட സൂര്യനെ കാണത്തില്ല. 92 ഫെബ്രുവരിയിൽ ഞാൻ കുവൈറ്റിലുണ്ട്, കാണത്തില്ല. നട്ടുച്ചയ്ക്ക് വെളിയിലിറങ്ങിയാൽ ഇതിനകത്ത് കിട്ടുന്ന അത്രയും വെട്ടമുണ്ട്, സൂര്യനെ കാണത്തില്ല. അങ്ങനെ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ കാണാതെ അഗാധകൂപത്തിൽ നിന്ന് പുക പൊങ്ങി. ഇനി 700 ഓയിൽ വെൽസ് തുറന്നു, അതിൽ തീ വെച്ച ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നോ. പുകയിൽ നിന്ന് ഒരു വെട്ടിക്കിളി പുറത്തു വന്നു. എന്തുകൊണ്ട് പുകയിൽ നിന്ന് വെട്ടിക്കിളി വരേണ്ടി വന്നു? വെട്ടിക്കിളി യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചിരിക്കുന്ന ഈ സൂത്രത്തെ നമ്മൾ ഇതിനെ ഹെലികോപ്റ്റർ എന്നാ വിളിക്കുന്നത്. അദ്ദേഹം ഹെലികോപ്റ്റർ കണ്ടിട്ടില്ല. 2000 വർഷം മുമ്പേ ജീവിച്ചിരുന്ന ആളെ ഹെലികോപ്റ്റർ കണ്ടിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ വെക്കാബുലറി ശ്രദ്ധിക്കൂ, 9 ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് ഹെലികോപ്റ്റർ പുറത്തു വരേണ്ടി വന്നു. ആദ്യത്തെ ബോംബ് കുവൈറ്റ് കൊണ്ടിട്ടത് സദാമിന്റെ റൺവേയിലോട്ടാണ്. റൺവേ പൊട്ടി തകർന്നതോടുകൂടെ അവിടെ ഇതിന് ഫൈറ്റർ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ ഒക്കത്തില്ലെന്നായി. സദാം വിട്ടുകൊടുക്കത്തില്ല. അവൻ പറഞ്ഞു ഹെലികോപ്റ്റർ മോഡിഫൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്പാച്ചെ മോഡിഫൈ ചെയ്തോളാൻ പറഞ്ഞു. അതിന്റെ മുൻപിലും പുറകിലും തോക്ക് ഫിറ്റ് ചെയ്തു. തോക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചത്. യോഹന്നാൻ പറഞ്ഞു നോക്കുമ്പോൾ ഒരു വെട്ടിക്കിളി വെളിയിൽ വരുന്നു. വെട്ടിക്കിളിയുടെ വ്യത്യസ്ത ലക്ഷണങ്ങൾ. ഒന്ന്, പച്ചയായ യാതൊന്നിനും കേടുവരുത്താത്ത വെട്ടിക്കിളി. 8-ാം അധ്യായത്തിന്റെ 12 മുതൽ 9-12 വരെ. They had hairs like women's hair. ഇതിന് യോഹന്നാൻ പറഞ്ഞു, ഇതിന് ഒന്ന് പച്ചയായി ഒന്നും തിന്നരുത്. സാധാരണ വെട്ടിക്കിളി തിന്നുന്ന പുല്ല അല്ലെങ്കിൽ മരങ്ങളുടെ ഇലയ. ആദ്യത്തെ കൽപ്പന വെട്ടിക്കിളി കിട്ടുന്നത് പച്ചയായി ഒന്നും കേടുവരുത്തരുത്. അങ്ങനെ പച്ച തിന്നാത്ത ഹെലികോപ്റ്റർ, പച്ച തിന്നാത്ത വെട്ടിക്കിളി ഹെലികോപ്റ്റർ. രണ്ടാമത്തെ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോ ഇതിന് സ്ത്രീകളെ പോലെ മുടിയുണ്ട്, തേണ്ടിരിക്കുന്നു. ഇതിന് പല്ലുണ്ട്, തേണ്ടിരിക്കുന്നു. ഇതിനൊരു കവചമുണ്ട്, തേണ്ടിരിക്കുന്നു. ഇതിന്റെ വായിലൂടെ തീ പറക്കുന്നു, തേണ്ടേ മനുഷ്യനെ കൊല്ലാൻ. ഇതിന്റെ വാലയിൽ കൂടെ തീ വരുന്നു, മനുഷ്യനെ കൊല്ലാൻ. ഇത്രയും ലക്ഷണങ്ങൾ ഇതിനുണ്ട്. ഇനി അങ്ങോട്ട് കിടക്കുക. ഇതിനൊരു കിരീടമുണ്ട്. ഈ വെട്ടിക്കിളിക്ക് ഒരു കിരീടമുണ്ട്. നിങ്ങൾ 8-12 മുതൽ വായിച്ചോണം വെട്ടിക്കിളിയുടെ ക്വാളിഫിക്കേഷൻ കാണാനായിട്ട്. They have faces like men. സ്ത്രീകളെ പോലെ മുടിയുള്ളപ്പോ തന്നെ പുരുഷന്മാരെ പോലെ മുഖമുണ്ട്. ഇതിന്റെ മുമ്പിൽ 2 പൈലറ്റ്സ് ഇരുന്ന് പോകുന്നതായി കാണുന്നത്, പോയിക്കാത്തതായി കാണുന്നത്. ഇത് യുഎൻഒ പരസ്യപ്പെടുത്തിയ പടമാണ്. ഇച്ചിരൂടെ ക്ലീൻ ആയിട്ട് മനസ്സിലാകാൻ ഞാൻ അടുത്തൊരു പടം എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരൂടെ വരെ കാണാൻ 2 പൈലറ്റ്സ്. മുഖം കണ്ടിട്ട് പുരുഷനെ പോലെ, മുടി കണ്ടിട്ട് സ്ത്രീകളെ പോലെ. കിരീടം, ഇതിന് കിരീടമുണ്ട്. ഇനിയും ഇതിനകത്ത് the locusts are a good description for an army helicopter. ഇതിനെ ലോക്കസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. തുടർന്ന് ഇതിനെ സ്കോർപ്പിയൻ എന്ന് വിളിക്കുന്നുണ്ട്. സ്കോർപ്പിയൻ 2 വെളിപ്പാട് 12-8 കാണുന്ന ചരിത്രമാണ് ഈ പറയുന്നത്. വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ സാധനത്തെയാണ് യോഹന്നാൻ കണ്ടത്. They have hair like lady, crown like fire on front and fire on the front and back. ഇതിന്റെ മുൻപിൽ നിന്നും പുറകിൽ നിന്നും തീ വരും. ഇതിന് ഒരു കിരീടമുണ്ട്, ഗോൾഡിന്റെ നിറത്തിൽ ഒരു കിരീടം. അതായിരുന്നു അവിടുത്തെ ഹെലികോപ്റ്റർ. തുടർന്ന് വരുന്നു ഒരു സിംഹം. മുമ്പേ കണ്ടത് ഹെലികോപ്റ്റർ ആണെന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു ലോക്കസ്റ്റാണ്. ഈ സാധനം യോഹന്നാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇതിനെ കണ്ട പാട്ടുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു മുമ്പേ പോയത് വെറും ലോക്കസ്റ്റ് ആണെങ്കിൽ വരുന്നടാ ഒരു സിംഹം. അറ്റൻഡാങ്ക് മുൻപിൽ നിന്നും തീയുണ്ട്, പുറകിൽ നിന്നും തീയുണ്ട്. ഇതിനുകൊണ്ട് കവചം, ഇതിനുണ്ട് പല്ല്, എല്ലാം ഇതിനുണ്ട്. And people were tormented for 5 months. 5 മാസം ദണ്ഡിപ്പിക്കുവാൻ അധികാരം. എന്നാ കുവൈറ്റ് യുദ്ധം തുടങ്ങിയെന്നറിയാമോ? ഓഗസ്റ്റ് 19, തീർന്നത് ഡിസംബർ 19. കറക്റ്റ് 5 മാസം. 5 മാസം മനുഷ്യനെ ദണ്ഡിപ്പിക്കുവാൻ അനുവാദം. എങ്കിൽ 5-ാമത്തെ ദൂതൻ ഊതി കഴിഞ്ഞു. 1990 5-ാമത്തെ ദൂതൻ ഊതി. ഇനി 2 പേരുടെ ബാക്കി. 7-ാം ദൂതൻ ഊതുന്നതിന് മുമ്പ് യേശു വരും. 7-ാമത്തെ ദൂതൻ ഊതുന്നത് മഹോദ്രവത്തിന്റെ ഊട്ടാ. അതിന് മുമ്പ് യേശു വരും. 6-ാം ദൂതനോടെ ഇനി നമ്മുടെ കാലത്ത് കേൾക്കാനോ കേൾക്കാനോ മൊത്തത്തിൽ മിച്ചമുള്ള അങ്ങനെ ഊതിയൊന്നും നോക്കാൻ പോവാ. എന്റെ അഭിപ്രായം ഊതിന്ന നോക്കാൻ പോവാ. 6-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ 2 സംഭവങ്ങൾ നടന്നു. ഒന്ന്, when the 6th angel sounded, I heard a voice from 4 horns of the global altar, the golden altar, which is before God, saying, the 6th angel which had trumpet, loose the 4 angels which are bound in the great river Euphrates. 2 സംഭവങ്ങൾ നടന്നു. ഒന്ന്, and the 6th angel sounded. 2 സംഭവങ്ങൾ നടന്നു. ഒന്നാമത്തേത്
സ്വർഗത്തിലെ സ്വർണ്ണ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ശബ്ദമുണ്ടായി തുടങ്ങി. സ്വർഗത്തിലെ സ്വർണ്ണയാഗപീഠം എന്ന് പറഞ്ഞാൽ ആരാധന എന്നർത്ഥം. പണ്ടൊക്കെ ഒരു ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൂടിയാൽ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന അത്ര ആളുകളൊന്നുമില്ല. ഒരു ഉപവാസ പ്രാർത്ഥന അതിനകത്ത് എത്ര പേര് ഉപവസിക്കുന്നുണ്ട്? ഞാനാണ് ഫാസ്റ്റിംഗ് അല്ല ഫീസ്റ്റിംഗ്. എന്റെ ആദ്യമായി ഈ അന്ത്യകാല ചരിത്രത്തിൽ ആദ്യമായി 1991 സിംഗപ്പൂരിൽ വെച്ച് ബ്ലസ് സിംഗപ്പൂർ എന്നൊരു ഉപവാസ പ്രാർത്ഥന. ലോകത്തിലെ 180 ശിഷ്ടം രാജ്യങ്ങളിൽ നിന്നാണ് 8000-ഓളം മിഷണറിമാർ ഒരുമിച്ച് കൂടി നടന്ന ആ ഉപവാസത്തിൽ ഞാൻ ഉണ്ടായിരുന്നു 21 ദിവസം. അതാണ് ഗൗരവമുള്ള ഒരു ഉപവാസം ലോകത്തിൽ നടന്നത്. സ്വർണ്ണത്തിലെ സ്വർണ്ണയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ചരിച്ചുകൊണ്ടായി. അതിനെ തുടർന്നാണ് ബ്ലസ് ലണ്ടൻ പ്രകാശം നടത്തിയിട്ടാണല്ലേ ബ്ലസ് നടത്തിയിട്ടില്ല. പ്ലസ് കോഴഞ്ചേരി, പ്ലസ് തിരുവല്ല, പ്ലസ് കോട്ടയം അങ്ങോട്ട് വരും. കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്ട് 12 ഡിസ്ട്രിക്ട് നടന്നു. പ്ലസ് ലണ്ടൻ ഞാൻ വന്നിരുന്നു. ഞാൻ വന്നിരുന്നു. പ്ലസ് ന്യൂയോർക്ക് ഞാൻ ഉണ്ടായിരുന്നു. പ്ലസ് പ്ലസ് അമേരിക്ക, പ്ലസ് ഇംഗ്ലണ്ട്, ഇതിനകത്ത് പല രാജ്യത്തും പോകാൻ കർത്താവ് എനിക്കുള്ളത്. ബാംഗ്ലൂർ ടീം പ്ലസുമായി കണക്റ്റഡ് ആയിരുന്നു. 1990 മുതൽ ലോകവ്യാപകമായ കൂട്ട ഉപവാസങ്ങൾ ആരംഭിച്ചു. സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ചരിച്ചു. അതേ സമയത്തിൽ ശബ്ദം യൂഫ്രട്ടീസ് എന്ന മഹാനദിയുടെ തീരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. പൂട്ടിയിരുന്ന ദൂതന്മാരെ ആര്? പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ യൂദായുടെ 1-ാം അധ്യായത്തിലേ ഉള്ളൂ. 2-4 നോക്കിയാണ് ഫോളൻ ഏഞ്ചൽസ് വീണുപോയ ദൂതന്മാരെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ദൈവത്തിന്റെ ദൂതന്മാർ സ്വതന്ത്രരാണ്, അവരെ കൂട്ടാൻ പറ്റില്ല. കൂട്ടിയിട്ടിരിക്കുന്നത് ഈ അശുദ്ധ ദൂതന്മാരെ മാത്രമേ ഉള്ളൂ. യൂഫ്രട്ടീസിന്റെ തീരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന 4 എണ്ണത്തെ അഴിച്ചുവിടാൻ കമാൻഡ് എന്ന് എപ്പോ കൂട്ടിയെന്ന് വേദപുസ്തകത്തിൽ ഒരു രേഖയില്ല, ചരിത്രത്തിൽ രേഖയില്ല. പക്ഷേ നമുക്ക് ഊഹിക്കാൻ കഴിയും. അബ്രഹാമിനെ ദൈവം വിളിച്ച് യൂഫ്രട്ടീസ് കടത്തി. ആദം പരാജയപ്പെട്ടയിടത്ത്, നോഹ പരാജയപ്പെട്ടയിടത്ത് നിനക്കെന്നെ അനുകരണക്കെങ്കിൽ വാ, അബ്രഹാമിനെ കൊണ്ടുവന്നു യൂഫ്രട്ടീസ് നദി കടത്തി. ഇത് കടന്നെങ്കിലേ പറ്റൂ. സ്നാനം, വെള്ളത്തിലൂടെ മറുകര കടക്കുക ദൈവത്തിന്റെ ആദ്യം മുതലുള്ള പ്ലാനാണ്. സുവിശേഷം കൈമാറുന്നത് അബ്രഹാമിനാണ്. തനിക്ക് തുടങ്ങിയതായി പരിപാടി. അവിടെ വെച്ചാണ് ദൈവം അബ്രഹാമിന് പ്രമാണം കൊടുത്തത്, നീ ഇന്നു മുതൽ പരിച്ഛേദന ആചരിച്ചിരിക്കണം. പക്ഷേ ആദമിനെയും നോഹയെയും വീഴ്ത്തി കളഞ്ഞ 4 മഹാശക്തികളെ ഞാൻ പൂട്ടിയിടാമെന്ന് പറഞ്ഞ് ഒരു പക്ഷേ അന്ന് പൂട്ടിയതാകാം. മുഴുവൻ ബൈബിളും പല പ്രാവശ്യം വായിച്ച് അരച്ചു കുടിച്ചു നോക്കിയിട്ട് ഇതല്ലാതെ ലൂസിഫറിന്റെ തീരത്ത്, യൂഫ്രട്ടീസിന്റെ തീരത്ത് ദൂതനെ പൂട്ടാൻ വേറൊരു ചാൻസ് ഞാൻ കാണുന്നു. ഞാൻ മാത്രമൊന്നുമല്ല, വേദപണ്ഡിതന്മാർ ഒരിക്കലും കണ്ടിട്ടില്ല. ആർക്കും തെളിയിച്ചു പറയാൻ ഒന്നുമില്ല. ഒന്ന് അസ്യൂം ചെയ്യുക, അന്നായിരിക്കണം. എന്തായാലും 4 എണ്ണത്തെ കൂട്ടിയിട്ടുണ്ട്. ഇതിനെ പൂട്ടിയ കർത്താവ് പറഞ്ഞാൽ നീ നിയമം പാലിക്കണം. ഞാൻ മേഘ 4 എണ്ണത്തെ കൂട്ടാം. പക്ഷെ മൈനർ പുള്ളികൾ നിന്നിൽ അധികാരം നടത്താതിരിക്കണമെങ്കിൽ നീ സൂക്ഷിച്ചോണം, അവന്റെ വകയിൽ നിന്ന് നിന്റെ കടയിലും. അങ്ങനെ അബ്രഹാമും ദൈവവും തമ്മിൽ വ്യവസ്ഥ ചെയ്യുന്ന യൂഫ്രട്ടീസിന്റെ തീരത്ത് 4 എണ്ണത്തെ കൂട്ടി അതിനെ അഴിച്ചുവിടാൻ പറഞ്ഞു. വിട്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക നമുക്ക് നോക്കാം. അല്ലേ സംഭവിച്ചത് ഇത് മിസ്റ്റർ പോൾ ഹെയ്ലർ എന്ന് പറയുന്ന ആൾ കാനഡയിലെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഇദ്ദേഹം 3 ടെന്നുകളിൽ കാനഡയിലെ മന്ത്രിസഭയുടെ 3 ഭരണകാലം 3 ടെന്നുകളിൽ ഇദ്ദേഹം അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. 23.5 വർഷം ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. ഈ 3 ടെന്നുകൾ വിട്ടാൽ ബാക്കി സമയം അദ്ദേഹം അവിടുത്തെ MP ആയിരുന്നു. ഈ മനുഷ്യനാണ് ഫ്ലൈയിങ് സോസർ UFOയെ വെടിവെച്ചിടുവാൻ കാനഡ മിലിറ്ററി ഓർഡർ കൊടുത്തു. കാര്യത്തിനകത്തോട്ട് UFOയെ വെടിവെക്കാൻ, ഫ്ലൈയിങ് സോസറിനെ വെടിവെക്കാൻ കനേഡിയൻ മിലിറ്ററിക്ക് ഓർഡർ കൊടുത്ത മനുഷ്യനാണ് പോൾ ഹെയ്ലർ. പോൾ ഹെയ്ലർ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ മന്ത്രിസഭയെ, കാനഡയുടെ മന്ത്രിസഭയെ, ന്യൂസിലൻഡിന്റെയും ഓസ്ട്രേലിയയുടെയും മന്ത്രിസഭകളെ, ഇംഗ്ലണ്ട്, സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളുടെ ഗവൺമെന്റിനെ കിട്ടുന്നവരെ എല്ലാം കൂടെ വിളിച്ചുകൂട്ടി ഒരു കോൺഫറൻസ് നടത്തി. ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ ഒരു കോൺഫറൻസ് നടത്തിയതിൽ അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ മാർക്ക് ചെയ്തിരിക്കുക. സംശയമുള്ളവർക്ക് ഇവിടെ കിടപ്പുണ്ട്, വിടുന്നെടുക്കാം. വിക്കിപീഡിയ ഞാൻ താമതിന് ഒന്നിനും പോയിട്ടില്ല.
അതിനകത്ത് എടുത്തിരിക്കുക. ഫ്രം ഹിയർ അദ്ദേഹം പറയുന്ന ഒന്ന്, at least 4 species of aliens have been visiting Earth for thousands of years. ഏറ്റവും കുറഞ്ഞത് 4 തരത്തിൽപ്പെട്ട ഏലിയൻസ്, വീണുപോയ ദൂതന്മാർ വർഷങ്ങളായി ഭൂമിയിൽ വരുന്നു. 4 കൂട്ടിയിട്ടിരിക്കുന്നു. വന്നാലും കൂടെ ഒന്നും ചെയ്യാൻ അവർ റൈറ്റില്ല. അത് കൂട്ടിയിരിക്കുക. വന്നു, പക്ഷെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, റൈറ്റില്ല. എന്നാൽ ഇന്ന് സംഗതി മാറി. 4 പേര് വരുന്നുണ്ട്. And these spices may have different agenda. That there are live ETs on Earth at this present time. ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ അവർ ഭൂമിക്കൊണ്ടിരിക. മനസ്സിലാകുന്നുണ്ടോ? സിവിലൈസേഷന്റെ വിവരവും ദൈവം സൃഷ്ടിച്ച സിവിലൈസേഷൻ അല്ലാതെ വേറെ കൊണ്ടുവരികയാണ്. അതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. At present, and at least 2 of them are working with the United States government. ഈ 4 ഏറ്റവും കുറഞ്ഞത് 2 എണ്ണം അമേരിക്കൻ ഗവൺമെന്റുമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. റണ്ണിങ് എ ഷാഡോ ഗവൺമെന്റ്. വേറൊരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, their major aim is to form a government, parallel government. നമ്മുടെ ഭാഷയിൽ അന്തിക്രിസ്തുവിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കുക, ഒരു പാരലൽ ഗവൺമെന്റ് കൊണ്ടുവരാനാണ് ഈ ശക്തികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഇന്ന് ഷാഡോ ഗവൺമെന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് 10 കൽപ്പനകൾ പൊട്ടിച്ച് കളഞ്ഞേച്ച് പകരം സാത്താന്റെ രൂപം വെച്ചത്. സാധാരണ വിവാഹങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് ഗേ മാരേജസ് നടപ്പിലാക്കിയത്. അങ്ങോട്ട് കിഴക്ക് ഒരറ്റം മുതൽ ബൈബിൾ പ്രാർത്ഥന മുതലായത് സ്കൂളുകളിൽ നിർത്തിവെച്ചത്. ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ബൈ ഏലിയൻസ്. ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകളാണ്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത് ഏലിയൻസ് ആണ്. തീർന്നില്ല, ഇതൊരു പൊളിറ്റീഷ്യനാണ്. ഞാൻ ശാസ്ത്രജ്ഞന്മാരുടെ സ്റ്റേറ്റ്മെന്റിൽ പോകും പുറകെ. ഏലിയനെ കുറിച്ച് അല്ലെങ്കിൽ ഏലിയൻ സിവിലൈസേഷനെ കുറിച്ച്, ഗാലക്റ്റിക് സിവിലൈസേഷനെ കുറിച്ച് എൻഡോഴ്സ് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരും മഹാന്മാരുമാണിവർ. ഭൂലോകത്തിൽ ഏറ്റവും വലിയവനെ നിന്നറിയപ്പെടുന്ന തിയറിറ്റിക്കൽ ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിൻസ്, തിയറിറ്റിക്കൽ ഫിസിസ്റ്റ് ഭൂമിയിലെ 2ാമൻ അറിയപ്പെടുന്ന മിക്കി കാക്കു, ഡോക്ടർ ജെയിംസ് വെബിൻ, ചീഫ് സയന്റിസ്റ്റ് ഓഫ് നാസ, സേത്തിയുടെ പ്രസിഡന്റായ സേത്ത് എന്ന് പറഞ്ഞാൽ ഏലിയൻസിനെ കുറിച്ച് മാത്രം പഠിക്കാനുള്ള ഒരു ഓർഗനൈസേഷൻ. ഏലിയനെ കുറിച്ച് പഠിക്കാൻ മാത്രം അവർക്ക് 104 സാറ്റലൈറ്റ്സ് ആവും. 104 സാറ്റലൈറ്റ്സ്. ഇറ്റ്സ് നോട്ട് ജോബ്. ഇന്ന് ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന ഏറ്റവും ഉന്നത പ്രശ്നം ഇതാണ്. അതുകൊണ്ട് പിന്നെ ചെറിയവരൊക്കെ ഉണ്ട്. അതിനകത്ത് പോളിലൊക്കെ വരെയാണിട്ടുണ്ട്. തീരെ ചെറിയവരൊന്നും അല്ല. 3 ടെലിവറി കാനാഡ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ മനസ്സിലാവും അവിടെ വരെ ഇട്ടിട്ടുണ്ട്. മുന്നോട്ട് പോകും. ഗ്ലോബൽ വാർമിംഗ് ഇത് നമ്മുടെ ഹിമാലയ പർവ്വതത്തിന്റെ ചില റീജിയനുകളാണ്. ഹിമാലയ പർവ്വതത്തിന് ഏറ്റവും കുറഞ്ഞത് 3000 വർഷം. അത്രയൊന്നും അല്ല. അവർ പറയുന്നത് ചരിത്രാതീത കാലം മുതൽ മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 3000 വർഷങ്ങളായി മഞ്ഞുകൊണ്ട് മൂടിക്കിടന്നിരുന്ന ഭാഗങ്ങളാണ് ഇത്. ഇതുപോലെ കിടന്നത് ഇന്ന് മഞ്ഞ് ഉരുകി മാറി. ഇന്നതിനെ വിളിക്കുന്ന നേക്കഡ് ഹിമാലയ. കാര്യം ഗ്ലോബൽ വാർമിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇറ്റ്സ് കോസ്ഡ് ബൈ ഏലിയൻസ്. ശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകളിൽ ഒത്തിരി കൂടെ വ്യക്തമാണ്. പോളാർ പ്രദേശങ്ങളിൽ ഗ്ലോബൽ വാർമിംഗ് ആയി. അത് മുഖേന സമുദ്രനിരപ്പ് 11.5 ഇഞ്ച് ഉയർന്നു കഴിഞ്ഞു. 14 ഇഞ്ചാണ് ക്രിട്ടിക്കൽ ലെവൽ എന്നറിയാം. 14 ഇഞ്ച് ക്രോസ് ചെയ്താൽ ഭൂമി പോയി. 11.5 ഇഞ്ച് കടന്നു കഴിഞ്ഞു. ബിക്കോസ് ഓഫ് ദ ഗ്ലോബൽ വാർമിംഗ്. യുദ്ധങ്ങളുടെ സ്ഥിതി 91 മുതൽ കുത്തനെ ഉയർന്നു. 10,000-ലധികം ആളുകൾ മരിച്ച യുദ്ധങ്ങളാണിത്. 1,00,000-ഓളം ആളുകൾ മരിച്ച യുദ്ധങ്ങളാണിത്. യുദ്ധങ്ങളുടെ ഗതി കുത്തനെ ഉയർന്നു 91 മുതൽ. അഴിച്ചുവിട്ടോ ഇല്ലെന്ന് പറ. ഭൂകമ്പങ്ങളുടെ സ്ഥിതി 91 മുതൽ കുത്തനെ ഉയർന്നു. ക്ഷാമങ്ങൾ കുത്തനെ ഉയർന്നു. ഇപ്പോൾ കാണാൻ പ്രയാസം. അമേരിക്കൻ കോളനിയിൽ, അമേരിക്കൻ ക്യാമ്പിൽ ആഹാര വിതരണം അറിഞ്ഞുകൊണ്ട് വളരെ ദൂരെ നിന്ന് ഒരു മെലിഞ്ഞുപോയ കുഞ്ഞ് ആഹാരത്തിന് വേണ്ടി പോകുകയാണ്. ഈ പുറകിലിരിക്കുന്ന വൾച്ചർ എന്നറിയാം, ഇവനെ എത്തുകയില്ല. എന്റെ ആഹാരമായി പോകുന്നത്, അതുകൊണ്ട് വൾച്ചർ പുറകെ വരിക. ഈ പിക്ചർ എടുത്തവൻ ഭ്രാന്തായി മരിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലെ പഞ്ഞും പട്ടിണി പിക്ചർ എടുത്ത മനുഷ്യൻ 4 മാസം ഭ്രാന്തനായി മരിച്ചു. ഇത് കണ്ട് തീർന്നു. വെള്ളത്തിന്റെ ക്ഷാമത്താൽ ഒരു കൊച്ചൻ പശുവിന്റെ മൂത്രം ഡയറക്റ്റ്ലി കുടിക്കുക. ആഹാരമില്ലാത്തത് കൊണ്ട് ചാണകവും. 90 മുതൽ പോന്ന പോക്ക 4 അഴിച്ചു വിട്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് 90 മുതൽ സ്ഥിതി മാറി.
യേശു ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ യുദ്ധങ്ങളും നടക്കും. അതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം. ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാവുന്ന? ഈറ്റുനോവ് സഹോദരിമാർക്ക് അറിയാവുന്ന, എനിക്കറിയാവുന്ന ഞാൻ പറയും. ഒരു വേദന വരും. കുഞ്ഞുങ്ങളുള്ള മാതാക്കള് അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കും, അല്ലാതെ മിണ്ടണം. ഒരു വേദന വരും, ഒന്ന് മുറിവും അങ്ങ് കുറയും, ചില കഴിയുമ്പോൾ പിന്നെ പോകും. രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തേതിനേക്കാൾ കൂടുതലായിരിക്കും, പിന്നെയാണ് പോകും. ചില കഴിയുമ്പോൾ മൂന്നാമത് വരും. ഇങ്ങനെ പല ആവർത്തി ഇത് വന്ന് ഓരോ പ്രാവശ്യവും പോയിന്റ് കുറയും. ഒടുവിൽ കുഞ്ഞ് ജനിക്കുന്നത് വരെ തുടരും. ഈറ്റുനോവിന്റെ ആരംഭം. ഒരു യുദ്ധം കാണുമ്പോൾ നമ്മളൊക്കെ ഇപ്പൊ വരുമെന്ന്, അത് കഴിയുമ്പോൾ ശാന്തമാകും. അന്നേരത്ത് വേറെ രണ്ട് ഉപദേശമാർ വരെ ഇതേ വരുന്നെന്ന് നമ്മളൊക്കെ ഉണരും, പിന്നെ ശാന്തമാകും. ഈറ്റുനോവ് നടക്കുക എപ്പോൾ വരെ? ശിശു ജനിക്കുന്നത് വരെ, വരുവാനുള്ളവൻ വരുന്നത് വരെ. ഓരോ വാക്കുകളുടെ ഒക്കെ ഗൗരവം. ഈറ്റുനോവിന്റെ ആരംഭം. ഞാൻ ഇത് തീർക്കുമ്പോഴത്തേക്ക് ഒത്തിരിയാകും. തുടർന്ന് 1990 മുതൽ നടന്നു വരുന്ന കുറെ കാര്യങ്ങൾ ഒരുമിച്ച് നോക്കിയിരിക്കുക. ക്രൈം റേറ്റ് പെട്ടെന്ന് വർദ്ധിച്ചു, മർഡർ റേറ്റ് പെട്ടെന്ന് വർദ്ധിച്ചു, സൂയിസൈഡ് റേറ്റ് പെട്ടെന്ന് വർദ്ധിച്ചു, അബോർഷൻസ് പെട്ടെന്ന് വർദ്ധിച്ചു, ഇൻട്രഡക്ഷൻ ഓഫ് നൈറ്റ് ക്ലബ്സ് പെട്ടെന്ന് വർദ്ധിച്ചു, പബ്സ് ആൻഡ് ഡിസ്കോ ഡാൻസസ് പെട്ടെന്ന് വർദ്ധിച്ചു. മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ലോക പ്രസിദ്ധമായി. മൈക്കിൾ ജാക്സനെ കുറിച്ച് 1-2 പ്രാവശ്യം തൊട്ടു. മൈക്കിൾ ജാക്സൺ ജനനാൽ യഹോവ സാക്ഷിക്കാരനായിരുന്നു. കാലത്തിന്റെ പോക്കിൽ സുവിശേഷം കേട്ടകൾ മാനസാന്തരപ്പെട്ടു, ക്രിസ്ത്യാനിയായി. പള്ളികളിൽ വർഷിപ്പ് ലീഡിംഗ് ആയി. 91 അയക്ക് ലൂസിഫർ വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞു, ജെനിയൂൻ എന്നൊരുത്തനെ കുറിച്ച് പറഞ്ഞു. അവനെ പിശാച് ജന്മനാൽ തൊട്ടു, ലൂസിഫറിനെ ഇടയ്ക്ക് വെച്ച് തൊട്ടു. ജെനിയൂൻ സംഗീതം കൊണ്ട് ലോകത്തെ പിശാചുമായി കണക്ട് ചെയ്ത ഒന്നാമനായിരുന്നെങ്കിൽ, സംഗീതം കൊണ്ട് ലോകത്തെ സാത്താനുമായി കണക്ട് ചെയ്ത അന്ത്യകാലത്തിന്റെ പ്രൊഡക്റ്റാണ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സനെ സാത്താൻ നൃത്തങ്ങൾ പഠിപ്പിച്ചു. ഞാൻ ഇനി അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ ഭാഗങ്ങൾ ഞാൻ കേട്ടതാണ്, അതിനകത്തൊന്ന് പറയുക. ഒടുവിൽ അവൻ പിശാചിന് വേണ്ടി നൃത്തം ചെയ്ത് ചത്തു. മൈക്കിൾ ജാക്സന്റെ ഡാൻസ് രംഗത്ത് വന്നു. മോഡേൺ യോഗ പെനിട്രേറ്റ്സ് ഇൻ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ആൻഡ് ഡിഫറെന്റ് ഫോംസ്. യോഗ രംഗത്ത് വന്നു. യോഗ ഒരു കാര്യം ചേർത്ത് പറഞ്ഞു. ഈ മൈക്കിൾ ജാക്സന്റെ ഡാൻസും നൃത്തവും ആളുകളെ ഒരുപാട് ആകർഷിക്കുന്നത്. അത് ഇവിടെ നടന്നാലും എനിക്ക് വിരോധമില്ല. പക്ഷേ കൺവെൻഷൻസിലേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര ശല്യമാണ്. കാര്യം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവരും ചിന്തിക്കട്ടെ. മോഡേൺ യോഗ പ്രാരംഭത്തിൽ ബുദ്ധമതക്കാരുടെ വകയിൽ 1990 ഹിന്ദുക്കൾ അത് എടുത്തുകൊണ്ട് അവരുടെ പൂജകൾ അതിനകത്ത് കയറ്റി ഹൈന്ദവ വർഷിപ്പുമായി എത്തിച്ചു. ഇന്നതിനകത്ത് ഉപയോഗിക്കുന്ന ശ്ലോകങ്ങൾ മുഴുവനും ഹൈന്ദവമാണ്. ഹൈന്ദവ പൂജയാണ് യോഗ. അതിൽ ലോകം ആചരിക്കുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല. ക്രിസ്തീയ മാസികകൾ വരുമ്പോഴാണ് യേശുവിന്റെ വാക്ക് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിക്കട്ടെ. അടുത്തത്, cancer and fatal diseases increase in number. വിശദീകരണം വേണ്ട. increase in number of rape cases. 91 മുതൽ ഒരു കട്ട് ഓഫ് പോയിന്റ് അങ്ങ് ചാടി കയറുക. ഇൻട്രൊഡക്ഷൻ ഓഫ് ഹാരി പോട്ടർ ബുക്ക് സീരീസ് 1997 ആരംഭിച്ച ഹാരി പോട്ടർ 6 ബുക്ക് 2013 ജൂൺ മാസമാകുമ്പോഴത്തേക്ക് ബെസ്റ്റ് സെല്ലർ ഓഫ് ദ വേൾഡ് ആയി മാറി. ഹാരി പോട്ടറിന്റെ ബുക്ക് മന്ത്രവാദം, ആഭിചാരം മുതലായതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ബുക്കാണ്. അതിന്റെ വേർഷൻസ് ആയി ഒന്നിനു പുറകെ 7 പുസ്തകങ്ങളായി. അതിന് വീഡിയോ ഗെയിമിൽ വന്നു, പിന്നത്തേതിൽ കമ്പ്യൂട്ടർ ഗെയിമിൽ കയറി. ഇന്ന് ലോകത്തെ പിടിച്ചു കുലുക്കുന്ന പുസ്തകമായി മാറി. ഈ പുസ്തകമാണ് ഭൂമിയിലെ ഇന്നത്തെ ബെസ്റ്റ് സെല്ലർ. 2013 ജൂൺ വരെ, മെയ് വരെ ബൈബിളായിരുന്നു ബെസ്റ്റ് സെല്ലർ. 2013 ജൂണിൽ ഹാരി പോട്ടർ ബുക്കായി ബെസ്റ്റ് സെല്ലർ. മറക്കരുത്, യൂഫ്രട്ടീസിലെ തീരത്ത് കൂട്ടിയിട്ടിരുന്ന ദൂതന്മാരെ കുറിച്ച് ഒരു പ്രിഫിക്സ് ബൈബിളിലുള്ളത് ഇന്ന ആണ്ട് ഇന്ന മാസം ഇത്തരം തീയതിക്ക് ഭൂമിയിൽ 3 ആളുകളെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന 4ാമത്തെ ചൂടനാണ്. 2012 ജൂൺ മുതൽ 13 ജൂൺ വരെയുള്ള ഒരു വർഷം ഒരു ദിവസം എടുക്കുമെങ്കിൽ ആ ഒരു ദിവസം 3 കൊണ്ടുപോയ കഥകളിൽ വരിക. 2013 ജൂണിലാണ് 3 ഈ പുസ്തകം കൊണ്ടുപോയത്. 1990 മുതൽ ഇന്ന് വരെ ഫീമെയിൽ ബിഷപ്സ് ഓർഡിനേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഗേ ആൻഡ് ലെസ്ബിയൻ മാരേജ് യൂറോപ്പിൽ 91 ആരംഭിച്ചു. 92 അമേരിക്കയിൽ 2 സ്റ്റേറ്റുകൾ അതിന് അനുമതി കൊടുത്തു. ഇന്ന് എല്ലാ സ്റ്റേറ്റുകളിലുമായി ലോകത്തിൽ നിരന്നു. ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു ആംഗ്ലേയ പെണ്ണും കൂടെ വിവാഹം കഴിച്ചു.
അവർക്ക് ആരോ നാട്ടുകാർ അവരുടെ സൗകര്യങ്ങളെ തടഞ്ഞു. എന്ന് പറഞ്ഞാൽ വാടക വീട് കൊടുക്കാതെ വന്നു. ഗവൺമെന്റ് ഇടപെട്ടിട്ട് പറഞ്ഞു, എനി റിലേഷൻ വൺസ് മാരീഡ് ഈസ് മാരീഡ്, ദാറ്റ് ഈസ് ലീഗലൈസ്ഡ്. എനി റിലേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയും മോനും കൂടെ ആകാം. സംഗതി എന്ന് മാറി. അമേരിക്കയിൽ ഒരു ലെസ്ബിയൻ മാരേജിൽ മാരേജ് ദിവസം കൊടുക്കേണ്ടതിന് കേക്ക് ഉണ്ടാക്കുവാൻ ഒരു വിശ്വാസിയുടെ ബേക്കറിയിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഒക്കത്തിലെ പ്രിൻസിപ്പലിന് വിരോധമാണ്. അവരെ അദ്ദേഹത്തെ സൂ ചെയ്തു. $13 മില്യൺ കൊടുക്കുവാൻ കോടതി വിധിച്ചു. അയാളെ കൊണ്ട് ഒക്കത്തിലെ ജീവപര്യന്തം തടഞ്ഞു കിടക്കുകയുള്ളൂ. അതുകൊണ്ട് പല സഭകളിൽ അദ്ദേഹത്തെ സഹായിച്ചു, കാശ് കൊടുത്ത അയാളെ ഇറക്കി. മദ്രാസിൽ 3 ആഴ്ചയ്ക്ക് മുമ്പേ സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിഞ്ഞു. വീട് വാടകയ്ക്ക് എടുത്തിട്ട് കിട്ടിയില്ല. അവരെ പരസ്യമായി കളിയാക്കുകയും വീട് തരത്തിലെന്ന് പറയുകയും ചെയ്തതിനാൽ മദ്രാസ് ഹൈക്കോടതിയിൽ കംപ്ലൈന്റ് പോയി. ഹൈക്കോടതി 3 ആഴ്ചയ്ക്ക് മുമ്പേ വിധി പുറപ്പെടുവിച്ചു. എനി റിലേഷൻ, വിവാഹിതരായാൽ അവർക്ക് ഫാമിലി സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നു. മുമ്പേ പറഞ്ഞാൽ അപ്പനും മോളും കൂടെ ആകാം, അമ്മയും മോനും കൂടെ ആകാം. 91 മുതൽ സംഗതി മാറി. അടുത്തത് ഡിജിറ്റലൈസേഷൻ ഓഫ് ഫോണോഗ്രാഫി 91 മുതൽ രംഗത്ത് വന്നു. ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ 1991 മൻമോഹൻ സിംഗ് LPG എന്ന് പറയുന്ന പ്രോഗ്രാം നടപ്പിലാക്കി. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, LPG. 19 രാജ്യങ്ങളാണ് അതിൽ ചേർന്നത്. യൂറോപ്പിലും അമേരിക്കയിലും നടക്കുന്ന കൾച്ചറൽ ഫെയിലിയർ ഇന്ത്യയിലേക്കും 19 രാജ്യങ്ങളിലേക്കും ഒന്നിച്ച് 91 കയറിയ സംഭവം ഇതാ ഇവിടെ മുതൽ ഇതായി. ഇതൊക്കെ കാണിക്കാൻ ഇവിടെ വരണമെന്നില്ല, നമ്മളെ നടന്നു. 91 മുതൽ മാറി. 1991 മുതൽ നിങ്ങളുടെ യൂറോപ്പിൽ പള്ളികൾ സെയിലിട്ടു. 91 മുതലാണ് സംഭവിക്കുന്നത്. ലാർജ് സ്കെയിൽ. അതിനു മുമ്പേ നടന്നിട്ടുണ്ടില്ലെന്നല്ല, പക്ഷെ 91 മുതൽ ഇത് ലാർജ് സ്കെയിലാണ് പള്ളികൾ സെയിലിട്ടു. ഈ കാണുന്നത് ഒരു പള്ളിയാണ്. ഇതിനകത്ത് നടക്കുന്നത് കള്ളി ഷാപ്പാണ്. ഒരൊറ്റ കട്ട് ഗ്ലാസ് പോലും മാറ്റിയിട്ടില്ല, ഡെക്കറേഷൻസ് മാറ്റിയിട്ടില്ല. പക്ഷേ അകത്ത് നടക്കുന്നത് ആരാധനയല്ല, കള്ളി ഷാപ്പായി. കാര്യം പബ്സ് ആൻഡ് നൈറ്റ് ക്ലബ്സ് ആൻഡ് ഡിസ്കോ ഡാൻസസ് പള്ളികളുടെ അകത്തായി. ബട്ട് ചർച്ചസ് ഓൺ സെയിൽ ആൻഡ് കൺവേർഷൻ ടു പബ്സ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്യാൻ യു കോൾ ഇറ്റ് എ ചർച്ച് എനിമോ? ഷെയ്പ്പ് കണ്ടത്തെ ഇതാ, അകത്തെ ഇതാ, ഇതിനെ ചർച്ച എന്ന് വിളിക്കുമോ? നോ, ഇത് കള്ളി ഷാപ്പാ. 91 പോയ പോക്ക. ചർച്ചിനകത്തിരിക്കുന്നവന്മാരെ നോക്ക്. സെഡിക്ഷൻ. ഈ ഇരിക്കുന്ന സ്ത്രീകൾ ആരാധിക്കാൻ വന്നവരോ അതോ പുരുഷന്മാരെ ആകർഷിക്കാൻ വന്നവരോ? ആദമിന്റെ കൊച്ചുമക്കളെ ആകർഷിച്ച അതേ ശക്തിയല്ലേ സാത്താന്റെ ബൈബിൾ ഇന്ന് പറയുന്നത്? ഗോ ഫോർ സെഡിക്ഷൻ. അതല്ലേ ഈ നടക്കുന്നത്? ചർച്ചാണ്, കോഫി ഷോപ്പ് കൂടെയാണ് ഇത്. ചർച്ച് കോഫി അകത്ത് തന്നെയാണ്. കേട്ടിരിക്കുന്നു പെൺകുട്ടികൾ കൊയന്ന് പാടാൻ വന്നതാണ്. നടുക്ക് കുരിശുണ്ട്, വസ്ത്രമുള്ളവർ കുറവാ. പാടാൻ വന്നതാണോ, ആരാധിക്കാൻ വന്നതാണോ, സെഡിക്ഷൻ വന്നതാണോ? ഫാഷൻ പോക്ക് നോക്കിക്കോണം. തുടങ്ങിയത് ചെറുതില്ല, ഇവിടം വരെ എത്തി. ഇരിക്കുന്നവർ ഏറ്റവും മാന്യരാണ്. ഹരിയഭക്തന്മാർ കഥ പറഞ്ഞിരിക്കുമ്പോൾ ഉപദേശം കണ്ട് പ്രസംഗിക്കുന്നുണ്ടാവാം. നടന്നിരിക്കുന്ന 2 ഭയങ്കര ഉപദേശമാണ്. അത്ഭുത രോഗശാന്തികൾ, വീര്യപ്രവർത്തികൾ, ഉഗ്രം മറുഭാഷ എല്ലാം അല്ലേലിയ കൂടെ വെച്ചു വരും. അവന്റെ മൂക്കയിലിട്ടിരിക്കുന്നത് സൂര്യരൂപമാണ്, കാതയിലിട്ടിരിക്കുന്നത് സൂര്യരൂപമാണ്. മൊത്തം പിയേഴ്സിംഗ് ഓഫ് ദ ബോഡി, ടാറ്റൂയിങ് ഓൺ ദ ബോഡി. അവന്റെ ഉപദേശിയ രോഗശാന്തിക്കാരനാണ്. നടന്നിരിക്കുന്ന അടുത്തത്, നിന്റെ താടി വികൃതമാക്കരുത്, ടാറ്റു വരയ്ക്കരുത്. കണ്ടതെല്ലാം കെട്ടിയിട്ടുണ്ട്. നോക്കാൻ കെട്ടുകാണെ കണ്ടു. സകല പൈശാചിക രൂപങ്ങളും കെട്ടിയിട്ടുണ്ട്, ചരടുകളും. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ ആദ്യത്തെ മകൻ ജനിച്ച ശേഷം ഒന്ന് ശ്രദ്ധിച്ചു. കുഞ്ഞിനെ കാണാൻ എനിക്ക് അവധി കിട്ടിയത് 3 മാസം കഴിഞ്ഞ. കുഞ്ഞുണ്ടായിന്ന് അറിയും, പക്ഷെ ഞാൻ ഓഫീസിലായിരുന്നു. എനിക്ക് ലീവ് കിട്ടുന്നത് 3 മാസം കഴിഞ്ഞ. 3 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ കാണാൻ ചെന്നു. തിരുവല്ലായി ചെന്നപ്പോഴ് കരുണാകരൻ എന്ന് പറഞ്ഞ 2 മാസം കഴിയായിരിക്കും കരുണാകരനെ അവിടെ വെച്ചു. കാരണം ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് പോകുന്നത്. എന്റെ ഭാര്യയുടെ വീട് തിരുവല്ലായില്ല. ഞങ്ങൾ 2 പേരും ഇവിടെ അങ്ങോട്ട് പോകും. കരുണാകരൻ പറഞ്ഞ് ഞാനിവിടെ വരുന്നോ? കരുണാകരൻ രാജൻബാബു ഉണ്ടായിരുന്നു. രാജൻബാബുവിനെ അറിയായിരിക്കും. ഇവരെല്ലാം അക്രൈസ്തവ മാർഗത്തിൽ നിന്ന് വന്നവർ. രാജൻബാബുവാണ് മെയിനാണ്. രാജൻബാബു മെയിനാണ്. അദ്ദേഹം പേര് പറയുന്നത് ക്ഷമിക്കണേ, കണിയാൻ വിഭാഗത്തിൽപ്പെട്ട കണിയാൻ വിഭാഗത്തിൽപ്പെട്ട. ഞങ്ങൾ ഒരുമിച്ച് എന്റെ വീട്ടിലോട്ട്, എന്റെ വൈഫിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് ഞങ്ങൾ എന്റെ കുഞ്ഞിനെ കാണാം.
എൻ്റെ ഭാര്യ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നു. ഐ എം സോ ഹാപ്പി. ഞാൻ എടുത്തു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും കുഞ്ഞിന്റെ അരയ്ക്ക് ഒരു കറുത്ത ചരട് കെട്ടിയിട്ടുണ്ട്. അത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. നേരെ രാജ്ഭവനോട് ചോദ്യം ചോദിച്ചു, അച്ഛാ നിങ്ങൾ എന്തിനാ കറുത്ത ചരട് കെട്ടിയത്, ചുമന്നതല്ലേ കെട്ടേണ്ടത്? രാജാവ് അങ്ങനെ ചോദിച്ചത്. അല്ല പിന്നെ എന്തിനാ കെട്ടിയിരിക്കുന്നത്? എനിക്കറിയാം. അറിയാൻ വയ്യ കണിയാനോ ഒരു കണിയാൻ പറയാം. കണിയാൻ ഏത് സൂക്ഷ്മം അറിയാമോ? കറുത്ത ചരട് കെട്ടുന്നത് ഇഷ്ടദൈവങ്ങളെ പ്രസാദിപ്പിക്കാനാണ്, കുലദേവതകളെ പ്രസാദിപ്പിക്കാൻ. നിങ്ങൾക്ക് കുലദേവതകളില്ലല്ലോ, എങ്കിൽ ദുഷ്ടദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്ന ചുമന്നചരടാണ് കെട്ടേണ്ടത്. ഭദ്രകാളി മുതലായ ദുഷ്ടദൈവങ്ങളോട് എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, ഞാൻ അടിയറ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ചുമന്ന ചരട്. കുലദേവത ഇല്ലാത്തിടത്തോളം കാലം എന്തിനാ കറുത്തത് ചുമന്ന കെട്ട്? ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, പിച്ചാത്തിയോ അരുവാവോ മഴുവോ കക്കുകയോ ആദ്യം കിട്ടുന്ന ആയുധം കൊണ്ടുപോവാ. ഒരു പിച്ചാത്തി കൊണ്ടുവന്ന അതുകൊണ്ട് കണ്ടിച്ച് കളഞ്ഞതാ. എന്റെ മോൻ നല്ല ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട്. പലതിന്റെയും കയ്യിലേക്ക് കെട്ടു മുതൽ കാണുമ്പോൾ, ഗായക സംഘങ്ങളിൽ നിന്ന് കെട്ടിക്കൊണ്ട് കയറുമ്പോൾ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ. ഒന്നിനും കുഴപ്പമില്ലെന്ന് പറയുന്നവർ പറയട്ടെ, ഞാൻ യേശുവിന്റെ സൈഡ. യേശു പറഞ്ഞത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ. Can you call them pastors anymore? നിങ്ങളോതിന്റെ ആളുകളാണ്. അതിനെ തുടർന്ന് സഭയ്ക്കകത്തേക്ക് കയറിയത്. Is this the church of Jesus anymore? Heresy and false teaching, lawlessness, നിയമപരിപാലനം പോയി, ദുരുപദേശങ്ങൾ കയറി, lovers of money, ധനത്തെ മാത്രം സ്നേഹിക്കുന്നവരായി, critics. മലയാളത്തിലെ നിരൂപണ ലേഖനങ്ങൾ എഴുതുന്നവരിൽ പ്രമാണിയായ ഒരുത്തനെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം കണ്ടു. അദ്ദേഹത്തിന്റെ കൂടി നിന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാമാണോ. അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറയുന്ന മാസിക എന്റെ ബുക്ക് അവൻ കണ്ടു. ഞാൻ എനിക്കൊരു കാര്യം അറിയണം, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്നത്. ഇന്ന് കാണുന്നത് പോലെ ലാവിഷായി ദൈവദാസന്മാരെ ദുഷിച്ചു പറയുന്ന നിരൂപണ ലേഖനങ്ങൾ എഴുതുന്ന പത്രങ്ങൾ എന്നു മുതലാണ് തുടങ്ങിയത്. അവനതിന്റെ പ്രമാണിയും ഇരുന്ന് കണക്ക് കൂട്ടി ചേർന്ന് 92 മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ? അത് വായിക്കുന്നവർക്ക് കർത്തമേശ കൊടുക്കുന്നവരല്ലേ നമ്മളിൽ പലരും വായിച്ച് രസിക്കുകയുണ്ട്. ക്രിറ്റിക്സ്, സ്കോഫേഴ്സ്, പരിഹാസികൾ എഴുന്നേൽക്കുക. പാഗനിസം, ഡോക്ടർ ഓഫ് ബാലൻ, ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ പാഗനിസം, അതിന് വിശദീകരിക്കാൻ നോക്കുകയും. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ദൈവസഭയ്ക്കുള്ള 7 ലേഖനങ്ങൾ കാണും. ഒന്ന് ശ്രദ്ധിച്ചു, ഞാൻ വിശദീകരിക്കുന്നില്ല. 7 ലേഖനങ്ങൾ കാണും. ഇതിലെ 1-ാമത്തെ ലേഖനത്തിൽ നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്ക് പറയാനുണ്ട്. 2-ാമത്തെ ലേഖനത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ചുവടെ പോയിക്കോട്ടെ. 1-ാമത്തെ ലേഖനത്തിൽ വരുമ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനായ ക്രിസ്തു. 7 നിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭകളാണ്. സഭയുടെ 7 കാലഘട്ടം, അഥവാ സഭയുടെ കേന്ദ്രബിന്ദുവായ ക്രിസ്തു. സഭയുടെ കേന്ദ്രബിന്ദുവാണ് യേശു. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഒടുവിലത്തെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. യേശു സഭയുടെ പുറത്തായി. ആരെങ്കിലും വാതിൽ തുറന്നാൽ അകത്ത് വരും. ഉള്ളിലായിരുന്ന ക്രിസ്തു എങ്ങനെ പുറത്തുപോയി എന്നറിയണമല്ലോ. 1-ാമത്തെ അധ്യായത്തിൽ 1-ാം സഭയ്ക്ക് പറയുന്ന നന്മകളുടെ കൂട്ടത്തിൽ നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല, ഒത്തിരി ആഴമുള്ള. അത് ഞാനും പകയ്ക്കുന്നു. 2-ാമത്തെ സഭയിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ 8-ാമത്തെ വാക്യത്തിലേക്ക് കയറും. 8-ാം വാക്യത്തിലേക്ക് കയറുമ്പോൾ സഭയ്ക്കകത്ത് നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ സാത്താൻ അകത്ത് കയറി. സാത്താന്റെ സിംഹാസനമുള്ള ഇടത്ത് സാത്താൻ സിംഹാസനം വെച്ചു. സഭയ്ക്കകത്ത് 2 സിംഹാസനമായി. 1-ാം കാലഘട്ടത്തിലുള്ള യേശുവിന്റെ സിംഹാസനമുണ്ട്. 2-ാം കാലഘട്ടത്തിൽ സാത്താനുള്ള സിംഹാസനം വെച്ചു. ഇനി ഇതിൽ ആര് ജയിക്കുമെന്ന് അറിയേണ്ടത്. യേശുവിനെ പുറത്താക്കിയ ശേഷം സാത്താന്റെ സിംഹാസനം സ്ഥാപിക്കേണ്ടതിന് 3-ാം കാലഘട്ടത്തിൽ അവൻ സഭയിൽ കൊണ്ടുവന്ന 2 ഉപദേശങ്ങൾ. ഒന്ന്, നിക്കലോവിയരുടെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കൊണ്ട്. 2, ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കൊണ്ട്. ബിലയാമിന്റെ ഉപദേശത്തെ പാഗനിസം എന്ന് വിളിക്കും. ലോകത്തിലെ ജാതികൾ കാണിക്കുന്നത് നിങ്ങളും കാണിക്കുക. കിട്ടുന്നോ? ലോകജാതികൾ കാണിക്കുന്നത് അതിനിപ്പോ എന്നാന്നേ
നമ്മൾ ഇതിനകത്തൊന്നും അർത്ഥമാക്കുന്നില്ല. നീ അർത്ഥമാക്കിയാൽ ഇല്ലെങ്കിലും അർത്ഥമാക്കിയാൽ ഏൽപ്പിച്ചു. ആഗലിസം, ജാതീയമായ തത്വം ഉള്ളിൽ കാണുന്നു. ഞാൻ അവിടെ കൊണ്ട് മാറുക. Full of great ministers, നക്ഷത്രങ്ങൾ പോലെ വെട്ടിത്തിളങ്ങി നിന്ന, ഞാൻ ഒറ്റയാളുടെ പോലും പേര് പറയുന്നില്ല, പേടിയാണ്. വിമനൈസേഷനിൽ താഴ്പോയത് ആരൊക്കെയാ? പിന്നെ നക്ഷത്രങ്ങൾ പോലെ ഉന്നതത്തിൽ നിന്നവർ. ഗവൺമെന്റിന്റെ ടാക്സ് വെട്ടിച്ചതിന് ജയിലിൽ പോയത്, ഉപദേശപ്പശകിൽ ദൈവം എടുത്തെറിഞ്ഞത്. ഉന്നത മിഷണറിമാർ താഴെ പോയി. 91 മുതൽ ലാക്ക് ഓഫ് ബൈബിൾ നോളജ്, വേദപുസ്തകം പഠിക്കുന്ന സമ്പ്രദായം നിർത്തി കൂട്ടുകളിലേക്ക് ജനം മാറി. എല്ലാവരും സ്വന്തം തുള്ള് കഴിഞ്ഞു. ദൈവത്തിനില്ല. ഈ വചനമില്ലാതെ ആളക്കുന്നതിനെ കുറിച്ച് ഒരിക്കൽ TD Jakes പറഞ്ഞൊരു വാചകം ഓർമ്മയും. ഞാൻ ഒരു സമൂഹത്തിൽ രണ്ടാശയങ്ങൾ, വിഭിന്നമായ രണ്ടാശയങ്ങൾ പറഞ്ഞു, രണ്ടിനും ഒരേ ആളുകൾ ചാടി. ഒന്നിനകത്ത് ഒരു കാര്യം തറപ്പിച്ചു പറഞ്ഞു, ആളുകൾ ഭയങ്കരമായിട്ട് ചാടി. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അതേ കാര്യം തെറ്റാന്ന് പറഞ്ഞു, പിന്നെയും ചാടി. ഇവന്മാർക്ക് ഒരു വിളിക്കുന്നില്ല, ഇവരിപ്പോൾ പാടി. ടീച്ചേഴ്സ്, വേദപുസ്തകം പഠിപ്പിക്കുന്നവരിൽ ഇല്ലാതെയായി. ലാക്ക് ഓഫ് ബൈബിൾ നോളജ്. ലീഗലിസ്റ്റ്, കമാൻഡ്സ് ഓഫ് മെൻ. ലീഗലിസം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തെ ഒരല്പം കോട്ടി മാറ്റി മാനുഷിക നിയമങ്ങൾ ഉണ്ടാക്കുക. ബൈബിൾ പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും വേണം. മനുഷ്യൻ പറഞ്ഞു വിശ്വസിച്ചില്ലെങ്കിൽ സ്നാനം കയറ്റിയിരിക്കാമോ? മാനുഷിക കൽപ്പനകൾ രംഗത്ത് വന്നു. ഒത്തിരി ഒത്തിരി ഒത്തിരി. വിവാഹം നടക്കണോ? വേദപുസ്തകം പറഞ്ഞു ഉപയോഗസമ്മതപ്രകാരം. നാട്ടുകാർ പറഞ്ഞു അല്ല, താലി കെട്ടി വേണം. ലീഗലിസം, മനുഷ്യന്റേതായ ലെജിസ്ലേഷൻസ് വെളിയിൽ വന്നു. ലീഗലിസം സ്റ്റാർട്ട് ചെയ്തു. അത് വർദ്ധിച്ചത് 91 മുതലാണ്. ഫെമിനിസം ആൻഡ് ഫീമെയിൽ ഓർഡിനേഷൻസ്. ഫെമിനിസം വർദ്ധിച്ചു വന്നു. ഫെമിനിസത്തിൽ വരുമ്പോൾ ഇനി മനസ്സിലാകും. 1991 മുതൽ 1990 മുതൽ ഫാഷൻ ചേഞ്ച് ആരംഭിച്ചു. ഈ ഫാഷൻ ചേഞ്ച് ഇത് എൻസൈക്ലോപീഡിയയിൽ എഴുതിയിരിക്കുന്നതാണ്, വിക്കിപീഡിയയിൽ. ഈ ഫാഷൻ ചേഞ്ചിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ആദാമിന്റെ 2ാം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും with the most importance for body piercing and tattoo. 91 മുതൽ രംഗത്ത് വരുന്ന, 90 മുതൽ രംഗത്ത് വരുന്ന മോഡേണിസത്തിൽ, മോഡേൺ ഫാഷനിൽ വിടുന്ന മറ്റേ പാസ്റ്റർമാരൊക്കെ ആയത്. ബോഡി പിയേഴ്സിങ്ങിനും ടാറ്റൂവിങ്ങിനും, ഇയർ പിയേഴ്സിങ്ങിനും പുറമെ ബോഡി പിയേഴ്സിങ്ങിനും ടാറ്റൂവിങ്ങിനും അവർ കൂടുതൽ പ്രത്യേകത കൊടുത്തു. ബ്രാൻഡഡ് ക്ലോത്ത്സ്, അതിലാണ് മുമ്പേ പറഞ്ഞ മുദ്രയുള്ളത്. 91 മുതൽ രംഗത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളോട് സ്വന്തത്തിൽ വന്നപ്പോൾ ബ്രാൻഡഡ് ക്ലോത്ത്സ്, കാഷ്വൽസ്, കൂടീസ് എന്ന് പറഞ്ഞ എന്നാ പോലും എനിക്ക് അറിയത്തില്ല. രണ്ടാമത്തെ ഏതാണ്ടറിയാന്നറിയാം. രംഗത്ത് വന്നു. 90 മുതൽ വേറൊന്നാണ് തേർഡ് വേവ് ഓഫ് ഫെമിനിസം. ഫെമിനിസത്തിന്റെ ഒന്നാമത്തെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷനും തുല്യരാകുക. ദൈവം ഉണ്ടാക്കിയപ്പോഴാണ് നല്ല ഉണ്ടാക്കിയത്. സ്ത്രീയെ പുരുഷനും വെവ്വേറെയാ. അത് എടുത്തു കളയുക. ബോഡി എടുത്ത് കളഞ്ഞു. ദൈവം ഉണ്ടാക്കിയ ബോഡി ഇല്ല, അത് മാറ്റി മോഡിഫൈ ചെയ്തു. കണ്ടോ? ബോഡി മോഡിഫിക്കേഷൻ എന്നൊരു ടേം ഞാൻ എടുത്തില്ല. 90-ലെ ഫാഷൻ പേജിനകത്ത് കിടപ്പുണ്ട്. ബോഡി മോഡിഫിക്കേഷൻസ്. ബോഡിയെ മോഡിഫൈ ചെയ്തെടുക്കണം. അടുത്തത് സ്ത്രീകളും പുരുഷനും വെവ്വേറെ ആയിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരുപോലെ ആക്കാൻ ഇവർ തീരുമാനിച്ചു. 1960 the first wave of feminism started in the US. അതിനകത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ജീൻസ് ഇട്ടു. പെൺകുട്ടികളെ ടൈറ്റ് ടീഷർട്ട് ഇടിപ്പിച്ചു. അവിടെ കൊണ്ട് കഴിഞ്ഞു, അതങ്ങ് പൊട്ടിപ്പോയി. അന്ന് തന്നെ സ്ത്രീകളെ അച്ഛന്മാരാക്കി ആംഗ്ലിക്കൻ സഭകൾ വാഴിച്ചു. അമേരിക്കയിൽ നിന്ന് നടന്നു. തീർന്നു, അതിനപ്പുറത്തോട്ട് വളർന്നില്ല. 70-കളിൽ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം കയറി. അതിനകത്ത് ഒരു ഇച്ചിരി കൂടെ കൂട്ടി. ബോഡി മോഡിഫിക്കേഷൻ വളരെ സ്പെസിഫിക് ആയി. അങ്ങനെ പലതുമായി. പക്ഷെ അവിടെ വിജയിച്ചില്ല. പക്ഷെ സ്ത്രീ വേറെ പുരുഷൻ വേറെ ഇപ്പോഴും ആയിട്ടില്ല. തേർഡ് വേവ് ഓഫ് ഫെമിനിസം 90-കളിൽ പ്രവേശനം ചെയ്തു. 1990s started in USA with the third wave of feminism. അതിനകത്ത് അവരിങ്ങനെ പറഞ്ഞു, സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യരാക്കാൻ പറഞ്ഞ ഒക്കില്ല. തുല്യരാകണമെങ്കിൽ വേറെ കാര്യം ചെയ്യാം. സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ മുകളിൽ കയറ്റാൻ പോകണം. ലേഡീസ് ഫസ്റ്റ്. അവരെ ആദ്യം കയറ്റാൻ പോകണം. എങ്കിൽ മാത്രമേ കുറഞ്ഞ പക്ഷം ഒരുപോലെ ആകത്തുള്ളൂ. അതിന് എന്തൊക്കെ വേണം? വിശദീകരിക്കാൻ പറ്റുകയില്ല.
ഞാനൊരു ദൈവദാസനായി പോയി ബൈബിൾ എന്റെ മുന്നിൽ ഇരിക്കുന്നു, കാര്യം പറയാൻ നിൽക്കുക, അല്ലെങ്കിൽ എന്റെ അകത്ത് ദൈവാത്മാവുണ്ട്, അതുകൊണ്ട് പറയാവുന്ന ഭാഷ പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കിക്കൂ. തേർഡ് വേവ് ഓഫ് ഫെമിനിസത്തിൽ അവർ പറഞ്ഞു സ്ത്രീകൾ മേളിൽ വരണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, സെലിബ്രേറ്റ് സെക്ഷുവാലിറ്റി ആസ് എ മീൻസ് ഓഫ് ഫീമെയിൽ എംപവർമെന്റ്. പുരുഷന്മാരെ ആകർഷിക്കുവാൻ സെക്സ് ഉപയോഗിക്കുക, ഇതല്ലാതെ മാർഗമില്ല. അപ്രകാരം ഒരു പുരുഷൻ ആകർഷിക്കപ്പെട്ടാൽ നമ്മൾ അതിനെ പെങ്കോന്നെന്ന് വിളിക്കുമെങ്കിലും ഈ ആയുസ്സിൽ അവൻ ആ പെണ്ണിനെ ജയിക്കത്തില്ല. അങ്ങനെ സ്ത്രീകളെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരേണ്ടതിന് ചെയ്യേണ്ടത് സെലിബ്രേറ്റ് സെക്ഷുവാലിറ്റി ആസ് എ മീൻസ് ഓഫ് ഫീമെയിൽ എംപവർമെന്റ്. ഇതിനകത്ത് അഡീഷണലായി ചേർത്തത് ഹാനോക്കിന്റെ പുസ്തകത്തിൽ കണ്ട കൺഫിരിയം, കണ്ണെഴുതുക, കണ്ണിന്റെ പോറയിൽ കളറടിക്കുക, ഇത് 90-ലില്ലായിരുന്നു. ഈ രണ്ടെണ്ണം കൂടെ കൊണ്ടു. അങ്ങനെ ആദർഭവമാരുടെ രണ്ടാം പുസ്തകത്തിലും ഹാനോക്കിന്റെ പുസ്തകത്തിലും എഴുതിയിരുന്ന പൈശാചിക മ്ലേച്ഛതകൾ കംപ്ലീറ്റ് ചെയ്യും. വ്യത്യസ്ത കെട്ടുകൾ, കളറുകൾ, മഞ്ഞയ്ക്ക് വേറെ അർത്ഥമുണ്ട്, കറുപ്പിന് അർത്ഥമുണ്ട്, ഇതെല്ലാമായി എല്ലാമായി. ഞാൻ മുന്നോട്ട് മാറട്ടെ. 1990 മുതൽ 2012 വരെ കൊണ്ട് ലോകത്തിന്റെ 2.4 ബില്യൺ ആളുകളെ എന്ന് പറഞ്ഞാൽ over a third of the world's human population was subjected for pornography. 2013 ജൂൺ ആയപ്പോഴത്തേക്ക് ബൈബിൾ 1-ാം സ്ഥാനത്ത് ഒന്ന് മാറി, ഹാരി പോട്ടർ ബുക്ക് 1-ാം സ്ഥാനത്ത് കയറി. 2012 ജൂൺ ആയപ്പോഴത്തേക്ക് ലോകത്തിൽ 1/3 പോർണോഗ്രാഫിക്ക് വിധേയരായി കഴിഞ്ഞു. ഇന്നതാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി മനുഷ്യരിൽ 3 കൊല്ലുമെന്ന് പറഞ്ഞ 4 അഴിച്ചുവിട്ടു. ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. ഇത് എടുക്കുന്നില്ല. പോർണോഗ്രാഫി ഡിജിറ്റലൈസേഷൻ കൊണ്ട് അവർക്ക് ലാഭം കിട്ടുന്നത് 8 മുതൽ 10 വരെ ബില്യൺ US$ ഒരു വർഷം കമ്പനികൾ ഉണ്ടാക്കുന്നത്. നമുക്ക് പോയത് ദൈവസാന്നിധ്യം പോയി. ഗ്രേസ് ഫ്രീ ഗ്രേസ് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഫോം ചെയ്യപ്പെട്ടു, പ്രൊമോട്ടിംഗ് ദ ഫ്രീ ഗ്രേസ് തിയോളജി. 1991-ലാണ്, 90-ന്റെ ഒടുവിലായിരിക്കാം. God justifies sinners on the sole condition of faith in Christ alone, not on the righteous living. വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യമില്ല എന്ന് എഴുതി ചേർത്തുകൊണ്ട് ഫ്രീ ഗ്രേസ് തിയോളജി എന്ന പേരിൽ ദി ക്രേസി ഗ്രേസ് തിയോളജി രംഗത്ത് വന്നു. 1991-ൽ ഇതര വൈശാലിക മെത്തേഡുകളോടുകൂടെയാണ് ഇത് കയറി വീഴുന്നത്. ഇതെല്ലാം വിക്കിപീഡിയയിൽ ഇത് മൊത്തം ഞാൻ എടുത്തിരിക്കുന്ന ഒഫീഷ്യൽ ഇൻഫർമേഷൻ. ആന്റിനോമിനിസം അഥവാ നിക്കലോവിയ ഉപദേശം അല്ല, ഫ്രീ ഗ്രേസ് തിയോളജിയുടെ അടിസ്ഥാനപരമായ 12 തത്വങ്ങൾ ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് പറയാം. എന്തുകൊണ്ട് ഇതിനെ നിക്കലോവിയ ഉപദേശം എന്ന് വിളിക്കുന്നു? വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നിക്കലോവിയയുടെ നടപ്പതി പതിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ടെന്ന് പറഞ്ഞു. നിക്കലോവിയൻ എന്ന് പറഞ്ഞാൽ ആര്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവസഭയിൽ ആദ്യം ഉണ്ടായ പ്രശ്നം, അവർക്ക് യവനന്മാരുടെ ഇടയിൽ നിന്ന് വന്ന വിധവമാർക്ക് വേണ്ടതുപോലെ ആഹാരം വിളമ്പുന്നില്ല. ഇതായിരുന്നു സഭയിലോ യവനന്മാരിയത്. ഒന്നാമത്തെ പ്രശ്നം ഇതായി. മറക്കരുത്, 1-ാം നൂറ്റാണ്ടിലെ സഭ ഉള്ളതെല്ലാം എഴുതി വിറ്റു പൊതുവകയെ നേടി. 5000-ഓളം ആളുകൾ സഭയ്ക്കകത്തായി. പല വീട്ടിലെ അപ്പനെയും അമ്മയും കൊന്നു കളഞ്ഞു, അല്ലെ അവരെ കാണാനില്ല. പലയിടത്തെ കുഞ്ഞുങ്ങൾ പോയി. ചുരുക്കി പറഞ്ഞാൽ ചോദിക്കാനും പറയാനും നോക്കാനും വേണ്ട ആളില്ലാത്ത 5000-ഓളം പേർ ഒന്നിച്ചു പാർക്കാൻ തുടങ്ങി. കോമൺ കിച്ചൺ, കോമൺ ഡൈനിങ് ഹാൾ. ഇതിനകത്ത് ആഹാരം യോഗ്യമായി വിളമ്പുന്നില്ല എന്ന കംപ്ലൈന്റ് ആയതിനെ തുടർന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഏറ്റവും യോഗ്യരായ 5-7 പേരെ തെരഞ്ഞെടുത്തോ. കമ്മിറ്റി ഫോർമേഷൻ സഭയിൽ ആരംഭിച്ചു. ആ 7 പേരുടെ യോഗ്യത ആത്മനിറവുള്ളവരും ജ്ഞാനം കഴിവുള്ളവരും നല്ല സാക്ഷ്യമുള്ളവരുമായിരിക്കാം. അങ്ങനെ കഴിവും നല്ല സാക്ഷ്യവും ആത്മനിറവുമുള്ള 7 പേരെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ 7-ാമന്റെ പേരാണ് നിക്കലാവോസ്. നിക്കലാവോസിന്റെ അടുത്ത ഗുണങ്ങൾ: 1 കഴിവുണ്ട്, 2 ആത്മനിറവുണ്ട്, 3 നല്ല സാക്ഷ്യമുണ്ട്. അടുത്ത നല്ല ഗുണം, ഭൂലോക ചരിത്രത്തിലെ ആദ്യത്തെ ഓർഡിനേഷൻ കിട്ടിയ പുള്ളിയാണ്. ഇവർക്ക് ഓർഡിനേഷൻ കിട്ടിയത് അത് നിസ്സാരമൊന്നുമല്ല. അടുത്തത്, എനിക്ക് ഓർഡിനേഷൻ കിട്ടുമ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ട എന്റെ തലയിൽ കൈവച്ചത് ഡോക്ടർ ടി സി ജോർജ്. പക്ഷെ എന്റെ തലയിൽ കൈവച്ചത് പത്രോസും യോഹന്നാനും എല്ലാം കൂടെ.
കൈവപ്പ് കിട്ടിയത് അവരുടെയാ 5 ഗുണങ്ങൾ. 6 ഇവന് എവിടുത്തുകാരനായിരുന്നു? അന്ത്യോക്യക്കാരൻ. 5-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കിടപ്പുണ്ട് അന്ത്യോക്യക്കാരൻ എന്ന് പറഞ്ഞ ഉണർവുകാരൻ. യെരുശലേമിലെ സഭയിൽ നിന്ന് ഈ ഉണർവിന്റെ മാൻഡിൽ എടുത്ത് മാറ്റി അതെടുത്ത് അന്ത്യോക്യ സഭയ്ക്ക് കൊടുത്തു. അവിടുത്തുകാരനായിരുന്നു, ഉണർവുകാരനാണ്. 7ാമത് ഇവനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് റോങ് ആണ്. അവന് യഹൂദ മതാനുസാരിയായി, യഹൂദനല്ല, യഹൂദ മതാനുസാരി, കൺവേർട്ട്. വേറെ ഏതോ മതത്തിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ആയതാണ്. അങ്ങനെയാണ് ഇവൻ ഏത് മതത്തിൽ നിന്നാണ് വന്ന അറിഞ്ഞെങ്കിലേ പണി നടക്കുള്ളൂ. ഇവനൊരു നോസ്റ്റിക് ആയിരുന്നു. നോസ്റ്റിസം എന്നാൽ എന്ത്? ഇപ്പൊ എനിക്ക് കിട്ടിയ വെളിപ്പാടെന്ന് പറഞ്ഞാൽ അനാവശ്യം പറയുന്നതാണ്. ഫെയറി കഥകൾ എന്ന് നമ്മൾ കേൾക്കുന്ന ഫെയറി കഥകൾ നോസ്റ്റിക്സിന്റെ പ്രൊഡക്റ്റാണ്. ബൈബിളിൽ ഇല്ലാത്തതും ദൈവം അംഗീകരിക്കാത്തതുമായ കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് ദർശനം കിട്ടി, ഇപ്പൊ എന്നോടൊരു ഫെയറി എന്ന് പറഞ്ഞു കൊടുക്കുന്ന പുള്ളികളാണ് നോസ്റ്റിക്സ്. ആ ഒരു സ്വഭാവങ്ങളിൽ ചാകാതെ കിടന്നു. അത് പിശാച് മുതലെടുത്തു. ഞാൻ പ്രവചനം വിശ്വസിക്കുന്നു. ഞാൻ പ്രവാചകന്മാരുടെ പുറകെ. എന്നെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് വളർത്തിയത് പ്രവാചകന്മാരാണ്. അതില്ല എന്നെങ്കിൽ ഞാൻ തറപ്പെഴുത്തിൽ കിടന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, എന്റെ മുഖത്തിന്റെ സൗകര്യം കണ്ട് ആരും എനിക്ക് വരത്തില്ല. കരിക്കലത്തിന്റെ ഫിനിഷാണ് എന്റെ കൈ. എന്റെ ശബ്ദം കേട്ട ആരും എടുക്ക വരത്തില്ല. മാർക്കറിയുടെ ശബ്ദം. അറിവിൽ ഞാൻ തീരെ താഴെയാണ്. ഇതെല്ലാം ആണെങ്കിൽ കൃപയിൽ കർത്താവ് നിർത്തി. അങ്ങനെ ദൈവം നിർത്താൻ ഏതൊക്കെയോ കാരണങ്ങളാണ്. അതിൽ ഒന്ന് ദൈവസാന്നിധ്യത്തിൽ നിൽക്കുക, ഒത്തിരി കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് തക്ക സമയത്ത് ദൈവം തന്ന പ്രവചന ഉത്തരവ്. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ ആയി. പക്ഷേ ദൈവത്തിന്റെ പേരിൽ മുതലെടുക്കുന്നവനാണ് നോസ്റ്റിക്. അവനോടൊരു അശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഇവൻ അശുദ്ധാത്മാവിനാൽ പ്രവചനം പറഞ്ഞിരുന്ന പുള്ളിയെ നോസ്റ്റിക്ക ആദ്യം വന്നു. ഇനി കേട്ടു, നിക്കലോവിയുടെ നടപ്പ് നീ പകയ്ക്കുന്നു. എന്നെ നടപ്പ് എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് ലൈഫ്. ക്രിസ്ത്യാനികളെ കുറിച്ച് തന്നെ ബൈബിൾ പറയുന്നത് നമ്മളൊരു മതക്കാരല്ല, നമ്മളൊരു പ്രത്യേക രീതിയിൽ നടക്കുന്നവൻ. ഈ മാർഗക്കാരെന്നാണ് ബൈബിൾ നമ്മളെ വിളിക്കുന്നത്, അല്ലേ? 5 പ്രാവശ്യമാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ ഈ മാർഗക്കാരെന്ന് നമ്മളെ വിളിക്കുന്നത്. നമ്മളുടെ ജീവിത ശൈലി വേറൊന്നാണ്. അതാണ് നമ്മളെ ക്രിസ്ത്യാനികൾ. അവരുടെ ഇടയിൽ ഇവർ ഇനി വേറൊന്നാണ്. ലോകത്തിന് നടപ്പ് വിട്ട് മാറിയവരാ ദൈവമക്കൾ. അവരുടെ ഇടയിൽ നിക്കലോസിന് അവന്റേതായ ഒരു നടപ്പ്, വേറൊരു നടപ്പ് വരികയാണ്. എന്തായിരുന്നു നോക്കാം. നിക്കലോസിന്റെ ജോലി ആഹാരം വിളമ്പുക. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ ഇവന്റെ പോക്കിൽ, എന്റെ ഭാഷ പറഞ്ഞാൽ തൊലി വെളുത്ത വെമ്പിള്ളേരെ കാണുമ്പോൾ ചിരിച്ചു കഴിഞ്ഞു. തിരിച്ചു ചിരിക്കുന്നവർക്ക് അവൻ കൂടുതൽ ആഹാരം വേണം. 5000 പേര് ഒരുമിച്ച് കോമൺ കിച്ചൺ, കോമൺ ഡൈനിങ് ഹാൾ. ഇതിനകത്ത് വിളമ്പുന്ന 7 പേരിൽ ഒരുത്തനാണ് ഇവൻ. ഇവനെ ചിരിച്ചു കാണിച്ചാൽ മതി എന്ന് പെൺപിള്ളേർക്ക് മനസ്സിലായി. സഭയ്ക്കകത്തോട്ട് വേറൊരു നടപ്പ് കയറി. അവന്റെ പുറകെ ഒരു ക്ലൗഡ് പെൺകുട്ടികൾ. ചരിത്രം പറയുന്നു, ഇവൻ ആദ്യത്തെ കന്യകയെ മരണപ്പെടുത്തി. അതോടെ സഭ ഇവരെ പിടിച്ചു. ഉടനെ ഇവൻ പറഞ്ഞു, അതിൽ ഒരു കുറ്റവുമില്ല, അത് ഇപ്പൊ എന്നോട് ദൈവം പറഞ്ഞു. യേശു കാൽവരിയിൽ മരിച്ചു കഴിഞ്ഞതിനാൽ ചെയ്ത പാപം, ചെയ്യാനുള്ള പാപം ക്ഷമിക്കപ്പെട്ടു. ഇതിൽ പാപമല്ല. കൂടെ വിളമ്പുകാരൻ ചിലർ പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഇത് തന്നെ അവസരം. ഒരു ഗ്രൂപ്പ് അവരുടെ കൂടെ തിരിഞ്ഞു. സഭ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞു. ബിഷപ്പ് പോളികാർപ്പ് അവരെ മുടക്കി. പോളികാർപ്പാണ് അവരെ മുടക്കുന്നത്. നിക്കലോവിയുടെ നടപ്പ് നീ പകച്ചു. പക്ഷെ ഉപദേശം കൈക്കൊള്ളുന്ന കുറെ പേർ സഭയ്ക്കകത്ത്. സഭയ്ക്കകത്ത് 2 സിംഹാസനമായി. ഇനി യേശുവിന്റെ സിംഹാസനം എടുത്തു കളയണമെങ്കിൽ 2 ഉപദേശങ്ങൾ അകത്തു കൊണ്ടുവന്നേ പറ്റൂ. അതിന് കൊണ്ടുവന്നത് ഒന്ന്, ജഡബലഹീനതയെ മുതലെടുക്കുന്ന നിക്കലോസിന്റെ ഉപദേശം. 2, ജാതികീയ മര്യാദകളെ ഉൾക്കൊള്ളുന്ന ബിലയാമിന്റെ ഉപദേശം. ഇതിൽ നിക്കലോവിയ ഉപദേശത്തിലോട്ട് കയറുക. അതെന്തൊക്കെയാണ്? ഒന്ന്, പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനായി നമുക്ക് പുള്ളിയെ വേണ്ട. 2, പുതിയ നിയമത്തിലെ ദൈവം ദയാലുവാണ്, നമുക്ക് അദ്ദേഹത്തെ വേണം. 3, ബൈബിളിൽ പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങൾ മതി, പഴയ നിയമം വേണ്ട. 4, യേശുവിനേക്കാൾ പ്രധാനി പൗലോസാണ്. 5, പുനരുത്ഥാനം ഇല്ല, മരിക്കുന്നവർ തത്സമയം സ്വർഗ്ഗത്തിലെത്തുന്നു.
6 യേശു മടങ്ങി വരികയില്ല, റാപ്ചറില്ല. 7 രക്ഷ കൃപയാലാണ്, തുടർന്ന് പ്രവർത്തികൾ ആവശ്യമില്ല. 8 വിശുദ്ധ ജീവിതം ആവശ്യമില്ല, കൃപ ജീവിതത്തെക്കാൾ വലുതാണ്. 9 നാം ചെയ്ത പാപവും ചെയ്യാൻ ഇരിക്കുന്നതും യേശു ക്ഷമിച്ച് കഴിഞ്ഞു. 10 യേശു മരിച്ചത് ജഡത്തിലും ഉയർത്തൽ ആത്മാവിലുമാണ്, ആകയാൽ ജഡത്തിലെ പ്രവൃത്തി യേശു നോക്കുന്നേയില്ല. 11 യേശു വന്നത് ന്യായവിധി ശിക്ഷാവിധി മാറ്റാനാണ്, സ്വഭാവം മാറ്റാനല്ല. 12 പാപമെന്നോ ന്യായവിധിയെന്നോ ഇനി സഭയിൽ പ്രസംഗിക്കരുത്. ഇവിടെ ബ്ലെസ്സിംഗ് പറയാം. 12 ഉപദേശങ്ങൾ 12 കൂടെ ഒരുമിച്ച് പറയുന്നവരുണ്ടെന്ന് തോന്നുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ ഇവർ മുടക്കപ്പെട്ടു, സഭയിൽ നിന്ന് മാറി. 3-ാം നൂറ്റാണ്ടിൽ വീണ്ടും സഭ അവരെ കീഴടക്കി. അങ്ങനെ കടന്നു വന്നു. ഒരു മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് മാർട്ടിൻ ലൂതർ വിശ്വാസത്താൽ നീതീകരണമെന്ന് പറഞ്ഞു തുടങ്ങിയതോടെ യവന്മാര് വീണ്ടും ഇടങ്ങി. ഞങ്ങൾ തന്നെയാ പറയുന്നു. മാർട്ടിൻ ലൂതർ പറഞ്ഞത്, പണ്ട് നിങ്ങളെ മുടക്കുന്ന കാലത്ത് ആദ്യത്തെ ബിഷപ്പ് നിങ്ങളെ വിളിച്ചത് സാത്താന്റെ ആദ്യജാതന്മാരെന്നാണ്. ആ പേര് നിൽക്കട്ടെ, ഞാൻ നിങ്ങളെ ന്യായപ്രമാണ ലംഘികൾ, ആന്റിനോമിയൻസ് എന്ന് വിളിക്കട്ടെ. ആന്റിനോമിനിസം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ ലംഘനം. ഇത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു ഉപയോഗിച്ച പദമാണ്. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പദമാണ് ആന്റിനോമിയൻ, ന്യായപ്രമാണ ലംഘികളെ. എന്നെ വിട്ടുപോകോ, ഞാൻ പദത്തിൽ നിങ്ങളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ആന്റിനോമിനിസം എന്നൊരു പേര് കൊടുത്തത്. അടുത്ത പുസ്തകം സാത്താന്റെ സഭ പുറത്തു വന്നു. 1990 സാത്താന്റെ സഭ പുറത്തു വന്നു. 1960-കളിലാണ് ഇത് ആരംഭിക്കുന്നത്. പക്ഷേ 69-ൽ സാത്താന്റെ ബൈബിൾ 275 പേരുള്ളതും 4 പേര് എഴുതപ്പെട്ടതുമായ സാത്താന്റെ ബൈബിൾ 1969-ൽ രംഗത്ത് വന്നു. 2000 ആണ്ടിൽ UK ഗവൺമെന്റ് സാത്താന്റെ മതത്തെ ലോകമതങ്ങളിൽ ഒന്നായി ഔദ്യോഗികമായി അംഗീകരിച്ചു. കാരണം ഒത്തിരി കാര്യങ്ങൾ നടന്നു. നേവിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക്, നേവിക്കാർക്ക് പെടലിക്കൊരുത്തം പേടി കിടക്കാറില്ല. വേറൊരുത്തനെ ഞെക്കുന്നു, ഒരുത്തൻ ഒരിടത്തും അലയ്ക്കും, വേറൊരിടത്തും അലറും. നേവി ക്യാമ്പുകളിൽ ആളുകൾ ഉറങ്ങാൻ പറ്റുകയില്ല. നേവിയിലെ ഡോക്ടേഴ്സിന് ഉറങ്ങാനൊക്കത്തില്ല. ഇതിനെ അവർ വിളിച്ചത് സൈറ്റനിക് പാനിക് എന്ന. ആരാണെങ്കിലും വിളിക്കുന്ന കൂട്ടത്തിൽ സാത്താന്റെ പള്ളി കൊണ്ടതെങ്കിലേ ഞാൻ പോകത്തുള്ളൂ, എന്നെ കൊല്ലും. 2000 ആണ്ടാകുമ്പോഴത്തേക്ക് ഒരു യുദ്ധം ഉണ്ടായാൽ നേവിക്ക് യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ലെന്നായി. ബ്രിട്ടന്റെ ഏറ്റവും വലിയ പട നാവികപ്പടയാ, അത് പാരലൈസായി പോയി. അന്ന് അവർ പറഞ്ഞെങ്കിൽ കീഴടങ്ങിയിരിക്കുന്നു. 2000 ആണ്ടിൽ ലോകമതങ്ങളിൽ ഒന്നായി ഈ റോയൽ നേവി ഇതിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിനെ അംഗീകരിക്കുകയും റോയൽ നേവിയുടെ ക്യാമ്പിനകത്ത് ഇതിനു വേണ്ടി പള്ളി പണിയുകയും ചാപ്ലിയൻസിനെ നിങ്ങളുടെ ടാക്സ് കൊണ്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയും Satanism became famous 2000 മുതൽ. സാത്താന്റെ ബൈബിൾ 4 പുസ്തകങ്ങളുണ്ട്. ഒന്നാമത്തേത് ബുക്ക് ഓഫ് സൈറ്റൻ, ഞാൻ അധികം വിശദീകരിക്കത്തില്ല. ചാലഞ്ച് ദ 10 കമാൻഡ്മെന്റ്സ്, ഒന്നാം പ്രിൻസിപ്പിൾ. 10 കൽപ്പനകൾ പാടില്ല. ചാലഞ്ച് ദ 10 കമാൻഡ്മെന്റ്സ്. 2, be agnostic, have a agnostic outlook. Hedonistic outlook എന്നാണ്. agnostic തന്നെയായ അർത്ഥം. hedonistic outlook. എന്താണ് അതിന്റെ അർത്ഥം? ജീവിക്കണമെന്ന് ആശയമുണ്ടെങ്കിൽ ഇതൊരു പുതിയ കാൽവെപ്പിലാണ്. അവന്റെ ഒന്നാം പ്രമാണം challenge the 10 commandments. 2, hedonistic outlook. I break away from all conventions that do not lead me to my earthly happiness. എന്റെ ജഡീക സുഖങ്ങൾ അനുഭവിക്കുവാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു നിയമവും ഞാൻ പാലിക്കുന്നില്ല, ഒരുത്തനെയും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇത് 275 പേജിന്റെ രത്നച്ചുരുക്കം ഞാൻ 4 കോളത്തിലാക്കിയിട്ടിരിക്കുക. വിശദീകരണം: You are your own God. You are your own decision maker. You are your own manager, master. Don't listen to anybody else. മലയാളത്തിലെ എല്ലാത്തിലും പേരെ വിളിക്കുന്നത് തോന്നിവാസമാണ്. വേണ്ട, അത്ര ശുദ്ധമല്ലാത്ത പദമായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഗുണ്ടകൾ പ്രസംഗരംഗത്തുണ്ടെന്ന് മറക്കരുത്. ദേഷ്യം വന്നാൽ തല്ലിപ്പിടിക്കും. അവനോടൊരു അനാവശ്യം കാണിക്കരുത് എന്ന് കേൾക്കുകയില്ല. ഉപദേശിമാരുടെ ലവ് മാരേജ് മുഖേന പൊട്ടിയ സഭകൾ 1, 2 അല്ല. നരകത്തിലേക്ക് വലിച്ചു താഴ്ത്തപ്പെട്ടവർ 1000 കണക്കിന്.
ഒരു നല്ല ഉപദേശിയെ വിളിച്ചൊരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചാൽ പിറ്റേ ദിവസം ഈ SMS കൊണ്ട് ഇരിക്കപ്പെടുന്നില്ലെന്നാ പറയുന്നത്. മറുഭാഷയും പറയും രോഗശാന്തി നടത്തും. ഏതാത്മാവിലാണെന്ന് തീരുമാനിക്കട്ടെ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ. അടുത്ത പദം ഒരു ഉദാഹരണം അതേ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ രാവിലെ തോട്ടത്തിൽ നടക്കാൻ ഇറങ്ങി, ഒരു പാർക്കിൽ നടക്കാൻ ഇറങ്ങി, 100 പേരെ പാർക്കിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവർ എതിരെ പോട്ടെ. നമ്മൾ ആത്മരോധമില്ല. അങ്ങനെ എങ്ങനെ എഴുതിയിരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അത് തന്നെയാണ് സാധാരണ പുറത്തുനിന്നാണ് മാത്രം. ആത്മരോഗത്തിൽ നമുക്കൊരു കൂട്ടുത്തരവാദിത്വം. നമ്മൾ ഒരു കുടുംബമാണ്. ഇവിടെ അങ്ങനല്ല. ഒരു തോട്ടത്തിൽ ഒരു പാർക്കിൽ ഒത്തിരി പേര് നടക്കുന്നു. അവനെതിരെയും നടക്കണം. നിങ്ങൾ അവരെ നോക്കി വേണ്ട. നിങ്ങൾ നിങ്ങളുടെ വഴിയാണ് നടക്കുന്നത്. അടുത്ത പാരഗ്രാഫ്. നിങ്ങളുടെ വഴിയിൽ അവൻ കയറിയ, നിന്റെ വഴിയിൽ ഒരുത്തൻ കയറിയ ചുമ്മാ അവനെ വിടരുത്. അവന്റെ തല വെട്ടണം. നിന്റെ വഴി കയറാത്തടത്തോളം അവൻ എതിരെയും പോട്ട് നോക്കണ്ട. നിന്റെ വഴി കയറിയാൽ അവന്റെ തല വെട്ടിയിരിക്കണം. അവനെ വിടരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗുണ്ടകൾ ഈ വർഗത്തിൽപ്പെട്ടത് എന്ന് പ്രസംഗിക്കാനുണ്ട്. പള്ളിയിൽ നിന്ന് കാശ് പൊട്ടിച്ചത്, അയൽവക്കക്കാരന്റെ ഭാര്യയെ കൊണ്ട് ഓടിയത്, മറ്റവരുടെ ഭർത്താവിനെയും കൊണ്ട് പോയത് ഒക്കെ ഉഗ്ര ശുശ്രൂഷ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ. രണ്ടാമത്തെ പുസ്തകം The Book of Lucifer describe the concept of Satan used for God. ദൈവത്തിന്റെ മഹത്വം കുറഞ്ഞുകൊണ്ട് സാത്താന്റെ മഹത്വം വർദ്ധിപ്പിക്കുക. അവനെ എലിമിനേറ്റ് ചെയ്യുന്ന വിളിക്കുന്നു. അവൻ അന്ധകാര ദൂതനാണ്. പ്രകാശദൂതൻ എന്ന ഒരു പേര് കൊടുത്തു, തിരിച്ചിട്ടു. എലിമിനേറ്റ്. ദൈവത്തെ കുറിച്ച് ഗോഡ് എഴുതുന്നത് സ്മോൾ ലെറ്റർ. എനിക്ക് വരുന്ന ഒരുപാട് ഇമെയിലുകൾ God called me for his ministry, capital letter and small letter. ഇന്ന് തിരിച്ചു ചോദിക്കും, is that small letter God called you? Go after his ministry. Don't disturb me. ഇത് മനസ്സിലാകുന്നുണ്ടോ? ഐശ്വര്യ ബൈബിളിന്റെ ഭാഗമാണ്. ദൈവത്തിന്റെ മഹത്വം കുറച്ചു കളയുക. അവർ കൊടുക്കേണ്ട മഹത്വം കൊടുത്തിരിക്കണം. Talk about the crown princess of hell. ഹെല്ലിന്റെ ക്രൗൺ പ്രിൻസസ് Satan, Lucifer, Belial and Leviathan. ഇവർ 4 പേരുടെയാണ് നരകം സൂക്ഷിക്കുന്നത്. Satanic sex ആണ് ഇവന്റെ ഏറ്റവും വലുത്. ഇത് മുഖേനയാണ് നശിപ്പിക്കുന്നത്. And sexual appeal, വസ്ത്രധാരണത്തിന്റെ വിഷയം, ആകർഷിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പലതും എല്ലാം ഉൾപ്പെടും. Human sacrifice to release magical wrath. മറ്റൊരുത്തരെ അപായപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ നരക്കുരുതി വരെ നടക്കാം. Human sacrifice. Reject the reincarnation rather the new creation. Reject the new incarnation. എന്ന് പറഞ്ഞാൽ പുതുജനനം. കർത്താവ് ദൈവജനം പറഞ്ഞു ഒരു ക്രിസ്തുവിലായ പുതിയ വേണ്ടതേ യേശുവിനെ ഏറ്റുപറയുന്ന പഴയ പോലെ ജീവിതം. Reject the new creation. അത് പാടില്ല. ഒരുവൻ പുതു സൃഷ്ടിയാകാൻ പാടില്ല. പഴയതുപോലെ ഇരിക്കണം. മൂന്നാമത്തെ പുസ്തകം The Book of Belial. Control a person by attracting attention by sexual appeal. അർത്ഥവസ്ത്രവുമായി വരുന്നതും വേണ്ടാത്ത ചിരിയിരിക്കുന്നതും കളറടിക്കുന്നതും മൊത്തം അതിനകത്ത് ഉൾപ്പെടും. സെക്ഷൽ അപ്പീൽ. ഇതിന്റെ വിശദീകരണത്തിലോട്ട് പോകണം. ആദം ഹവ്വയുടെ കാലശേഷം പിള്ളേർക്ക് കൊടുത്ത 2 പ്രാവശ്യമായി സാത്താൻ കാണിച്ച സകലതും ഇതിനകത്തെ പ്രമാണങ്ങളാണ്. സെക്ഷൽ അപ്പീൽ കിട്ടുന്നുണ്ടല്ലേ? എവിടെ നിന്നാണ് ഇത് തിരിച്ചു വരുന്നത്? സെന്റിമെന്റ്സ്. കണ്ടാൽ വളരെ ഇന്നസെന്റ് ആയിട്ട് ആക്ട് ചെയ്താൽ നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് പിടിച്ചെടുക്കാൻ നിങ്ങളെ കരയിപ്പിച്ചാൽ മതി. ഉള്ളതുപോലും ഇല്ലാത്തതുപോലും 4 പേര് ഇതിലെ പോയപ്പോൾ അവരെല്ലാം ആന ചവിട്ടിയെന്നോ കടുവ കഴിച്ചെന്നോ പറഞ്ഞാൽ പ്രചോദിക്കായി. കൂട്ടത്തിൽ ഞാനും കാര്യം നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന മൊത്തം എന്തിന്? It is attracting a person by sentiments. ഈ ഗൗരവമൊക്കെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വലിയ പുള്ളികളെല്ലാം തോന്നും. By sentiments. Cuteness. അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ബാക്കി മൊത്തം. And innocence. It's a only pretension of innocence. ഒടുവിൽ ഒടോ വാസനദ്രവ്യങ്ങളുണ്ട്. മറ്റൊരുത്തനെ അട്രാക്ട് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ വാസനദ്രവ്യങ്ങളുണ്ട്. വേദപുസ്തക കാലത്ത് വാസനദ്രവ്യങ്ങളുണ്ട്. പിന്നെ എന്താ ഇപ്പൊ സാത്താൻ എഴുതിയിരിക്കുന്നത്? പക്ഷേ 90-ന് മുമ്പേ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ വാസനദ്രവ്യങ്ങൾ ഇല്ലായിരുന്നു. ഇറ്റ് വാസ് കോമൺ. മണം എല്ലാവർക്കും ഉണ്ടായിരുന്നു.
90 കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുരുഷനെ അട്രാക്ട് ചെയ്യാനുള്ള മണം സ്ത്രീ അടിക്കണം, സ്ത്രീയെ അട്രാക്ട് ചെയ്യാനുള്ളത് പുരുഷൻ അടിക്കണം. 2 varieties attract. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു 3 വയസ്സ് പ്രായമുള്ള കൊച്ചുമക്കൾക്ക് ആരാണ്ട് എനിക്ക് തന്ന കുറെ സെന്റ് കൊണ്ട് കൊടുത്തപ്പോൾ ഒരു പുള്ളി പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഇറ്റ്സ് ഗേൾസ് റൈറ്റ്. അവനറിയും ഉണ്ടാകുമ്പോൾ കമ്പ്യൂട്ടർ തന്നെയല്ല തലയ്ക്കകത്ത് കയറുന്നത്, പിള്ളേർക്ക് ചെലുത്താനും എല്ലാം ഒന്നിച്ചവരും. റിച്വൽസ് ഫോർ സെക്സ് വർക്ക് ടു എൻഡൈറ്റ് അനദർ പേഴ്സൺ. അതിൽ റിച്വൽസ് ഉണ്ട്, അതിൽ മാന്ത്രിക കർമ്മങ്ങൾ ഉണ്ട്, അത് കൂട്ടിയെടുക്കാം. കമ്പാഷൻ. ഓക്കെ, ബുക്ക് ഓഫ് ലിവിയാഥാൻ. ലിവിയാഥാന്റെ പുസ്തകത്തിലെ 1ാമത്തെ പ്രമാണം ഇമ്പോർട്ടൻസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ആൻഡ് ഇമോഷൻ ഡിഫെക്ട് മാജിക്. പൈശാചികമായ മാന്ത്രികമായ ശക്തികൾ അതിന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുവാൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്പോക്കൺ വേർഡ് ആൻഡ് ഇമോഷൻ. ഇമോഷൻ ഇളക്കി പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന പോസിറ്റീവ് വാക്ക് മാത്രമായി യാതൊരു സംശയവും. പക്ഷേ പോസിറ്റീവ് വാക്ക് എന്ന പദം ക്രിസ്ത്യൻസിനെ കേട്ടു തുടങ്ങിയത് 90-ന് ശേഷം, ജോൺ ഓസ്റ്റൻ മരിച്ച ശേഷമാണ്. ജോൺ ഓസ്റ്റന്റെ മരണശേഷമാണ് ലോകവ്യാപകമായി പോസിറ്റീവ് സ്പീക്കിംഗ് എന്ന പദം വെളിയിൽ വന്നത്. പാപബോധം ഉണ്ടാകേണ്ടതിന് ആവശ്യമുള്ളത് മുഴുവൻ പറയും. പക്ഷേ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ പോസിറ്റീവ് വേർഡ്സ് ആർ എ മസ്റ്റ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. എന്നാൽ ഇമോഷൻ ഇളക്കി പോസിറ്റീവ് വേർഡ് ഉപയോഗിക്കും. പോസിറ്റീവ് വേർഡ് ഉപയോഗിക്കുന്നവർ ക്രിസ്തുവിന്റെ ഒരുവനെ പണിതേച്ച പോസിറ്റീവ് വേർഡ് ഉപയോഗിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 വർഷങ്ങൾക്കോ 3 വർഷങ്ങൾക്കോ മുമ്പേ സൗത്താംപ്ടണിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ഞാൻ വന്നു. സൗത്താംപ്ടണിലുള്ള വൻകിട ചർച്ചുകൾ സെയിലിട്ട് ഈ സാഹചര്യത്തിൽ കൺവെൻഷൻ പ്രസംഗം വെള്ളക്കാരുടെ ചർച്ചകൾ അവിടെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സൗത്താംപ്ടൺ ക്രിസ്തീയ ഹിസ്റ്ററിയിൽ സ്ഥാനമുള്ള ഒരു സ്ഥലമാണ്. ജോനാഥൻ എഡ്വേർഡ് പണ്ടൊരിക്കൽ സൗത്താംപ്ടൺ വന്നു. ജോനാഥൻ എഡ്വേർഡ് സൗത്താംപ്ടണിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന സബ്ജക്ട് സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ്. കോപിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ലഭിച്ച ഭാവി അവരോട് എന്നൊക്കെ ചെയ്യുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആളുകൾ ആത്മവിവശതയിൽ വീണ് 48 hours വരെ ഇവിടെ കിടന്നുരുണ്ടി സൗത്താംപ്ടണിൽ. ഇന്ന് അങ്ങ് പോയി, നിങ്ങൾ ഗ്രേസ് തിയോളജിയിൽ എത്തി, അതുകൊണ്ട് പള്ളി നിൽപ്പരിക്കൂ. Can you come back to the real gospel? പാപബോധം ജനിപ്പിക്കുന്ന വാചകങ്ങൾ, പാപം തെറ്റാണെന്ന് തുടർന്ന് പറയുവാൻ. Can you come with the originality of the gospel? ഒരു പ്രായമുള്ള അപ്പച്ചൻ എഴുതി 84 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ. സൗത്താംപ്ടണിൽ ഞാൻ പ്രസംഗിച്ച ആ ചർച്ചിന്റെ പാസ്റ്ററുടെ അപ്പച്ചനാണ്. ഒരു പ്രായമുള്ള അപ്പച്ചൻ. അപ്പൊ ഞാൻ ആശീർവാദം മാത്രമേ പറയത്തുള്ളൂ. അപ്പച്ചനോട് ആശീർവാദം പറയാൻ പറഞ്ഞു. അപ്പച്ചൻ സ്റ്റേജിലോട്ട് എഴുന്നേറ്റ് പറഞ്ഞു, ഞാനിതെന്റെ ആരോഗ്യമുള്ള കാലത്ത് പറഞ്ഞതാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്നൊരാളിനെ നീ കൊണ്ട് നീ തന്നെ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വർഗീസ് ഞാനിതാ പ്രസംഗിച്ചത്, ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് നീ ഇപ്പോഴിരിക്കുന്നു, ഇപ്പൊ നിങ്ങൾക്ക് പള്ളി മനസ്സിലാവും, നീ ഇപ്പൊ ഇരിക്കുന്നത് ഒരു സിനിമാ കോട്ടയായിരുന്നു. അറിയാം, അവരുടെ പള്ളി ഒരു സിനിമാശാലയാണ്. എന്റെ ഔട്ട് ഓഫ് മൈ ക്യൂരിയോസിറ്റി ഞങ്ങൾ സിനിമാ കോട്ട വാങ്ങിച്ചു. ഇവിടെ പള്ളികൾ വിറ്റെങ്കിൽ ഞങ്ങൾ സിനിമാ കോട്ട ഇങ്ങോട്ട് വാങ്ങിക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇവിടെ വില കുറഞ്ഞ് പള്ളി കിട്ടുന്ന സിനിമാ കോട്ടയ്ക്ക് പോയ അദ്ദേഹത്തിന്റെ വാചകം, പള്ളികൾ പണിയുന്ന കാലത്ത് ആരാധന എന്നതല്ലായിരുന്നു പള്ളി പണിതവന്റെ ലക്ഷ്യം. ഷോ. ഇതിന്റെ എല്ലാം നടുക്ക് തൂണാണ്. ഈ തൂണുകളിൽ മുഴുവൻ ചിത്രപ്പണിയാണ്. ഒരു പള്ളിയുടെ സ്ഥലത്തിന്റെ 1/3 ഭാഗം മാത്രമേ ആളുകൾക്ക് സ്റ്റേജ് കാണത്തുള്ളൂ. പക്ഷെ സിനിമാ കോട്ട they are engineered properly. ഒരു പള്ളിക്കകത്ത് 3000 ആൾ കൂടിയാൽ 1500 പേർക്ക് സ്റ്റേജ് കാണത്തില്ല. എല്ലാം തൂണെ കൊത്തിവെച്ചിരിക്കുന്ന കൊത്തുപണി കാണും. പക്ഷെ ഒരു സിനിമാ കോട്ടയ്ക്കകത്ത് 3000 പേര് കയറിയാൽ 3000ത്തിനും സ്റ്റേജ് കാണും. So cinema theaters engineered properly, and that's why we decided to have a cinema theater. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ അതിന്റെ ഗൗരവം? വിശാൽ എവിടെ തൊട്ട് തുടങ്ങിയെന്ന്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് സ്പോക്കൺ വേർഡ് വിത്ത് ഇമോഷൻസ്. ഇമോഷൻ ഇളകി നിൽക്കുമ്പോൾ മനുഷ്യന്റെ ഇമോഷൻ ഇളക്കേണ്ട കാര്യമില്ല. എഗെയിൻ നമ്മൾ ഇമോഷണൽ ബീയിങ് ആ. ദൈവവചനം തൊട്ടാൽ ഇമോഷൻ ഇളകിയിരിക്കും. ഞാൻ ഐ റിപ്പീറ്റ്, ദൈവവചനം തൊട്ടാൽ ഇമോഷൻ ഇളകിയിരിക്കും. പക്ഷേ ദൈവവചനം ഇല്ലാതെ ഇമോഷൻ ഇളക്കാനുള്ള പരിപാടി നോ. ഞാനത് വളരെ ഓപ്പൺ ആയിട്ട് പറയും. അടുത്തിരിക്കുന്നവരുടെ കയ്യെ പിടിച്ച് വലിക്കട, പടലേക്ക് പിടിച്ച് അടിക്കട, പിടിച്ച് തള്ളട,
തൊട്ടട 3 പ്രാവശ്യം എന്നെടുക്കാനാണ് ഇമോഷൻ ഇളകി നിൽക്കുമ്പോൾ പോസിറ്റീവ് വേർഡ് ഉപയോഗിക്കുമെങ്കിൽ പവർ ഉണ്ടാകും. But that is from the magic. That's not from God. ഇത് സാത്താന്റെ പുസ്തകത്തിൽ അവന്റെ പ്രിൻസിപ്പിളാണ്. Invocation of righteous for lust. എല്ലാം ഈ ലസ്റ്റും സെക്സുമാണ് ഇതിന്റെ മൊത്തം. ഇതിനുവേണ്ടി റിച്വൽസ് ഉണ്ട് പ്രത്യേകിച്ച്. ഓടെ സൈറ്റനിസം 1990 മുതൽ ഗൗരവമായി കണ്ടെത്തുക. ഇന്ന് അവൻ നടന്നുകൊണ്ടിരിക്കുക. അവന്റെ ബൈബിളിന്റെ പുറത്തെ ചിഹ്നം ഇതാണ്. ഇതാണ് ലേഖ്യം കൊണ്ടുവന്ന ചിഹ്നം. ഇതാ കൊണ്ടുവന്നത്. അത് തന്നെയാണ് ഇതും വേറെ രൂപത്തിലാന്ന് മാത്രം. ഈ ചിഹ്നം 90 മുമ്പേ ആരെയും ഉപയോഗിച്ച് കേട്ടിട്ടുണ്ടോ? നെവർ. ഇതെവിടെ തോന്നുന്നു? ആണോ? നമ്മൾ അറിയാതെ ആരാധിക്കുന്നത് എന്തായെന്ന് പറയുക. ഞാൻ യേശുവിന്റെ മണവാട്ടിക്ക് കറയും കളങ്കവും പറ്റത്തില്ല. പഴയ നിയമസഭ സ്വർഗ്ഗത്തിലോട്ട് കാഴ്ചവെച്ചാൽ പറഞ്ഞു, ഇതുങ്ങളെ കൊണ്ട് എന്റെ കാര്യം നടക്കത്തില്ല. എനിക്ക് അനുയുക്തമായി ഒരു മണവാട്ടി വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പോയി ഉണ്ടാക്കിക്കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ ചിലരെ അപ്പസ്വലന്മാരാക്കി, ചിലരെ ഉപദേഷ്ടാക്കന്മാരാക്കി. അതാ നിങ്ങൾ കേൾക്കുന്നത്. ഇതെല്ലാം കൂടെ വന്നെങ്കിലേ സഭയെ പരിപൂർത്തിയിൽ എത്തിക്കാൻ ഒക്കത്തുള്ളൂ. കാണിച്ചു ബാക്കി ഒരു സെക്കൻഡ് ഈ ചിഹ്നത്തിനൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും കാണിക്കാൻ ഗൂഗിൾ ഇതാണോ? ഗൂഗിൾ അതാണോ? ആരെ ഉപയോഗിക്കാത്തത്? You can't live without that സാഹചര്യം മാറി. That is process directly. സാത്താന്റെ 10 കൽപ്പനയുണ്ട്. എന്റെ കൊണ്ട് തപ്പിയെടുത്താൽ കിട്ടും. സാത്താന്റെ ബൈബിൾ മുതൽ നമ്മുടെ മെയിൻ ക്ലാസ് നാളെ കൊണ്ട് കംപ്ലീറ്റ്. മനസ്സിലാകുന്നവർ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശു വരാണ്. ആറാം ആ നാലെണ്ണം ചെയ്യാവുന്ന സകല ദോഷവും കൂടി ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം കളങ്കവും ഇല്ലാത്തവരായി തിന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ മണവാട്ടി സഭയുടെ ഭാഗമാകുവാൻ എന്നെ ഒരുക്കണേ. അത് സാധാരണക്കാരന്റെ പദവിയല്ല, സാധാരണക്കാരൻ്റെതാണ്. The post is different, the call is different, അതിനാവശ്യമുള്ള ഡെഡിക്കേഷൻ is different, preparation is different. അതിനുവേണ്ടി ഒരുക്കണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സാത്താന്റെ ആഴങ്ങളിൽ എത്തിയാറുണ്ട്. ഒരു വലിയ ആളാണ് അവരുടെ സഭയുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ. ഇത് കേട്ടവരെ ഓരോരുത്തരെ തൃക്കരങ്ങളിൽ തരുന്നു. സൈറ്റനിക് പാനിക്ക് ആർക്കും ഉണ്ടാകാം. യേശുവിന്റെ നാമത്തിൽ വരെ മുക്തരിട്ടായിരിക്കും. ഒരൊറ്റയാളിൽ വലിയൊരു അപകടം ഉണ്ടാകാതെ, യാതൊരു പ്രതിസന്ധിയില്ലാതെ സൂക്ഷിക്കുന്ന ദൈവകരങ്ങളിൽ കേൾപ്പിക്കുന്നത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ തന്നെ.